ഹായ്, എൻ്റെ പേര് സെബിൻ ജോർജ്. ഞാൻ ദർശനയിലെ റിപ്പീറ്റർ ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. +1 +2 മുതൽ ഞാൻ നീറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ലൂർദ് പബ്ലിക് സ്കൂളിലെ ദർശനയുടെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലെ ഈ നീറ്റ് എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുന്നത്. ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ മികച്ച സ്കോർ നേടാൻ എന്നെ സഹായിച്ചത് ദർശനയുടെ എഫക്റ്റീവായ പഠന രീതികളും ക്ലാസ്സുകളുമാണ്. പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ദർശനയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് തന്നെ നിരവധിയായ എക്സാമുകളും ക്ലാസ്സുകളും ഡൗട്ട് കൗണ്ടേഴ്സും അതിനോടനുബന്ധമായ ഡിസ്കഷൻസും വഴി ഈ നീറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ ദർശന എന്നെ വളരെയധികം സഹായിച്ചു. എൻ്റെ ഈ നേട്ടത്തിൽ ആദ്യമായി തന്നെ സർവേശ്വരനോട് നന്ദി പറയുന്നു. പിന്നെ ഈ റിപ്പീറ്റ് ചെയ്ത കാലഘട്ടത്തിൽ എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിച്ച എൻ്റെ മാതാപിതാക്കളെയും ദർശനയിലെയും ലൂർദ് പബ്ലിക് സ്കൂളിലെയും എല്ലാ ടീച്ചേഴ്സിനെയും ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്.
ഗുഡ് ഈവനിങ് ഡിയർ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ അവസാന നിമിഷങ്ങളിൽ എങ്ങനെ ഈ അവസാനത്തെ ടൈം നമുക്ക് പ്രയോജനപ്പെടുത്താം, അതാണ് നമ്മൾ ഇന്ന് ഈ സെഷനിൽ ചെയ്യാനായിട്ട് പോകുന്നത് അല്ലേ? നമുക്ക് ബയോളജിക്ക് എത്ര കിട്ടണം? 360 ഔട്ട് ഓഫ് 360, 360 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സിമ്പിളാണ്. പക്ഷെ നമ്മളൊക്കെ ചെറിയൊരു പ്രശ്നം അലട്ടും. എപ്പോഴാണെന്നറിയാമോ? നമ്മളിങ്ങനെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേഗം ബയോളജി ചെയ്ത് പോകുന്ന സമയത്ത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരും അല്ലേ? ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്കൊരു ക്ഷമയില്ല, പേഷ്യൻസ് ഇല്ല, നമ്മൾ പെട്ടെന്ന് റീഡ് ചെയ്ത് പോകും അല്ലേ? ഇപ്പം നിങ്ങൾ കുറേ എക്സാമുകൾ ദർശനയിൽ എഴുതി കഴിഞ്ഞു അല്ലേ? ഈ എക്സാമുകളൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ബയോളജിയിൽ നിങ്ങൾ തെറ്റിക്കുന്ന ഏതാണ്? നിങ്ങൾ ആൻസർ കീ വരുമ്പോൾ നോക്കുമ്പോൾ ഓക്കെ സാർ അയ്യോ അറിയായിരുന്നു എന്ന് തോന്നുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? അവിടെ നമ്മൾ ശ്രദ്ധക്കുറവുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ട് നിങ്ങളെ കൊണ്ട് തന്നെ വായിപ്പിച്ച് നിങ്ങളെ കൊണ്ട് തന്നെ ആൻസർ പറയിപ്പിക്കുന്ന ഒരു ബാറ്റിലാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ബാറ്റിൽ. നമ്മളൊരു യുദ്ധം തുടങ്ങാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഈ പാവം ഞാൻ ഒറ്റയ്ക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ സൈഡിലാണ്. ഓക്കെ, നിങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും 100 കണക്കിന് നിങ്ങൾ എനിക്കെതിരെ യുദ്ധം ചെയ്യുകയാണ്. ഓക്കെ, സോ മൈ എയിം ഈസ് ദാറ്റ് യു ഷുഡ് വൺ ദ ബാറ്റിൽ. നിങ്ങളെ യുദ്ധം ജയിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. സാധാരണ നമ്മൾ എന്താ പറയുക, ഞാൻ തന്നെ യുദ്ധം ജയിക്കണം എന്നുള്ളതാണ്. നിങ്ങളെ യുദ്ധം ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ യുദ്ധം ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യു ക്യാൻ ടേക്ക് 10 പോയിന്റ്സ്. നിങ്ങൾക്ക് 10 പോയിന്റ് എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഐ വിൽ ടേക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഈ സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് എത്ര പോയിന്റ് കിട്ടി എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, ഷാൽ വി മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എല്ലാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, വളരെ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കണം. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നമുക്കറിയാവുന്ന കൺസെപ്റ്റുകളൊക്കെയാണ് ഇതെല്ലാ സ്റ്റേറ്റ്മെന്റും. ഓൾ ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ടേക്കൺ ഫ്രം NCERT. ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് പോലും പുറത്തുനിന്നില്ല. നിങ്ങൾ വായിച്ച് പഴകിയ NCERTക്ക് അകത്തുനിന്ന് എടുത്ത സ്റ്റേറ്റ്മെന്റുകളാണ്. കട്ട്, കോപ്പി, പേസ്റ്റ്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ യു. ഓക്കെ, അപ്പോൾ യുദ്ധം തുടങ്ങുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റെഡി? റെഡി. ഹൗ മെനി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഓക്കെ, എല്ലാം ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. എത്ര സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് മാത്രം പറഞ്ഞാൽ അത്, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. തന്നിരിക്കുന്നതിൽ എത്ര സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? കമോൺ, എത്രയും പെട്ടെന്ന് ലെറ്റ് സ്റ്റാർട്ട് ദ ഗെയിം. ഓക്കെ, എത്രയും പെട്ടെന്ന് ആൻസർ ചെയ്തോണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഇൻ ആനിമൽസ് ഗ്രോത്ത് ബൈ സെൽ ഡിവിഷൻ ഈസ് ആബ്സെന്റ്. ഓക്കെ, ഇനി ഞാൻ സ്റ്റേറ്റ്മെന്റ് വായിക്കില്ല, നിങ്ങൾ വായിച്ചോണം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഓക്കെ, ഇൻക്രീസ് ഇൻ ബോഡി മാസ് ക്യാൻ കൺസിഡർ ആസ് ഗ്രോത്ത്. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് എത്ര സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് നോക്കിയേ മക്കളെ. നോക്കിക്കേ, പെട്ടെന്ന് വേണ്ട, ടൈം എടുത്ത് മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സ്റ്റേറ്റ്മെന്റിന്റെ കേസിൽ അങ്ങനെയാണ്. നമ്മൾ ബയോളജി മറ്റ് ക്വസ്റ്റ്യൻ പോലെ അല്ല. സ്റ്റേറ്റ്മെന്റുകൾ വളരെ കൃത്യമായിട്ട് വായിച്ചു നോക്കി അതിനുള്ള റെസ്പെക്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ, അങ്ങനെ റെസ്പെക്ട് കൊടുത്തൊന്ന് നോക്കിക്കേ എത്ര എണ്ണം ശരിയാണ്. ഇൻ ആനിമൽസ് ഗ്രോത്ത് ബൈ സെൽ ഡിവിഷൻ ഈസ് ആബ്സെന്റ് എന്നാണ് പറയുന്നത്. ആബ്സെന്റ് ആണോ? അല്ല. ഒരു പരിധി വരെ അതെന്തുകൊണ്ട് നമ്മുടെ ആനിമൽസ് ഗ്രോ ചെയ്യുന്നത് എങ്ങനെയാണ്? സെൽ ഡിവിഷൻ വഴിയായിട്ട് തന്നെയാണ്. പിന്നെ നമ്മുടെ ഏതെങ്കിലും ബോഡി പാർട്ടുകൾ ഏതെങ്കിലും തരത്തിൽ ഡാമേജ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റിപ്പയർ മെക്കാനിസം വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അവിടെ ആബ്സെന്റ് എന്ന് പറയുന്നത് നമുക്ക് ശരിയെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതെന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, now next one നോക്കിക്കേ. ഇൻക്രീസ് ഇൻ ബോഡി മാസ് ക്യാൻ കൺസിഡർ ആസ് ഗ്രോത്ത്. ഗ്രോത്ത് എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല അല്ലേ? യെസ്, ശരിയല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ. ഹ്യൂമൻ ബീങ്സ് ആർ ഓൺലി ഓർഗാനിസംസ് ദാറ്റ് ഹാവ് സെൽഫ് കോൺഷ്യസ്നെസ്. ഓക്കെ, സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ള ഒരേ ഒരു ഓർഗാനിസം ആരാണെന്നാണ് പറയുന്നത്? നമ്മളാണ്. ഓക്കെ, നമ്മളാണ്. ഓക്കെ, കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ് അല്ലേ? ലാസ്റ്റ് വൺ നോക്കിക്കേ. മെറ്റബോളിസം ഇസ് എ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ഓൾ ഓർഗാനിസംസ് വിത്തൗട്ട് എക്സെപ്ഷൻ. ശരിയാണോ? യെസ്, വെരി ഗുഡ്. നോക്കിയിട്ടെ, കമന്റ് നോക്കട്ടെ. ഓക്കെ, എല്ലാവരും 3 സ്റ്റേറ്റ്മെന്റ്സ്. പ്രമിത, വെരി ഗുഡ്. പ്രമിത, ഷാജി, ലക്ഷ്മി, പ്രകാശ്, വെരി ഗുഡ്. ഗാഥ, മനോജ്, വെരി ഗുഡ്. അപ്പോൾ എൻ്റെ 10 പോയിന്റ് പോയി. ഓക്കെ, ഇനി ആരും പറയാതിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലാണ് എനിക്ക് 10 പോയിന്റ് കിട്ടുക. അപ്പോൾ എൻ്റെ 10 പോയിന്റ്സ് പോയി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതി വെച്ചോളൂ. കൃത്യമായിട്ട് 3 സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അത് കൃത്യമായിട്ട് പറഞ്ഞവർ നിങ്ങളുടെ നോട്ട്ബുക്കിൽ യു ക്യാൻ നോട്ട് 3 പോയിന്റ്സ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ യുദ്ധം എന്നോട് നേരിട്ട് നടത്തുമ്പോൾ NCERT ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെക്കരുത്. പ്ലീസ് ക്ലോസ് ദാറ്റ്. ഓക്കെ, അങ്ങനെ കള്ളക്കളി കളിക്കരുത്. NCERT അടച്ചു വെച്ചിട്ട്, ബുക്ക് അടച്ചു വെച്ചിട്ട് വേണം ഇവിടെ മത്സരിക്കാൻ. ഓക്കെ, നൗ okay, next one. Before 5 kingdom classification,
Okay, how many statements are correct? നോക്കിക്കേ, before phycon classification, character that unified all organisms under plant was the autotrophic nature. Okay, എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കറിയാം. Bacteria shows most extensive metabolic diversity. Okay, third one, vast majority of bacteria are chemosynthetic. Okay, next one, the final statement, extensive metabolic diversity of archaebacteria make their survivability in extreme condition. നോക്കിക്കേ മക്കളെ, ഇവിടെ എന്ത് വരുന്നു? Okay, നെക്സ്റ്റ് ചോദിച്ചേ, ഫസ്റ്റ് വന്ന് നോക്കിക്കേ, ബിഫോർ ഫൈൻഡൻ ക്ലാസിഫിക്കേഷന് മുൻപ് കുറേ നമ്മുടെ എല്ലാ ജിംനോസ്പംസ്, ആൻജിയോസ്പംസ്, അതുപോലെ തന്നെ ഫംഗൈ, ബാക്ടീരിയ, ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പിലായിരുന്നു കിങ്ഡം പ്ലാന്റ് എന്ന് പറയുന്നത്. അവരെ അവിടെ ഒരുമിപ്പിച്ച് നിർത്തിയ ഘടകം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഏതാണ്? ഓട്ടോട്രോഫിക് നേച്ചർ ആണോ? അല്ല, പ്രസൻസ് ഓഫ് സെൽ വാൾ ആണ്. എൻസിആർടി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ദാറ്റ് വൺ ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ബാക്ടീരിയ ഷോസ് മോർ എക്സ്റ്റെൻസീവ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി. ശരിയല്ലേ? ശരിയാണ്. വാസ്റ്റ് മെജോറിറ്റി ഓഫ് ബാക്ടീരിയ ആർ കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണോ? അല്ല. പിന്നെന്താണ്? ദേ ആർ ഹെറ്ററോട്രോപ്സ് എന്നാണ് വിളിക്കുക അല്ലേ? ഹെറ്ററോട്രോപ്സ്. മോസ്റ്റ് ഓർ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ബാക്ടീരിയ ആർ ഹെറ്ററോട്രോപ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതെന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് നോക്കിക്കേ, എക്സ്റ്റെൻസീവ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി ഓഫ് ആർക്കിബാക്ടീരിയ മേക്ക് ദെയർ സർവൈബിലിറ്റി ഇൻ എക്സ്ട്രീം കണ്ടീഷനിലേക്ക് അവർക്ക് സർവൈബിലിറ്റി കൊടുക്കാൻ പ്രധാനപ്പെട്ട കാരണം അവരുടെ ഈ എക്സ്ട്രീം ആയിട്ടുള്ള മെറ്റബോളിക് ഡൈവേഴ്സിറ്റി ആണെന്നാണ് പറയുക. ആര് പറഞ്ഞു? ശരിയാണോ? അല്ല. അവരുടെ എന്താണ്? അവരുടെ സ്പെഷ്യൽ സെൽ വാൾ അല്ലേ? മറ്റ് ബാക്ടീരിയ അപേക്ഷിച്ച് അവർക്കുള്ള സ്പെഷ്യലൈസ്ഡ് സെൽ വാൾ, റിജിഡ് ആയിട്ടുള്ള അവരുടെ സെൽ വാൾ ആണ് ആരെ? ആർക്കി ബാക്ടീരിയയെ വൈൽഡ് ആയിട്ടുള്ള എക്സ്ട്രീം കണ്ടീഷനിൽ. എന്താണ് എക്സ്ട്രീം കണ്ടീഷൻ? നമുക്കറിയാം, മെഥനോജൻസ് അറിയാം അല്ലേ? തെർമോസിഡോഫിലിക് ബാക്ടീരിയാസ്, അവരൊക്കെയാണ് ആർക്കി ബാക്ടീരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല, സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. ഓക്കെ, അപ്പോൾ എത്ര സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്? ഒരു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, വൺ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ജയിക്കുകയാണ്, കുറേ പേര് ജയിച്ചു കഴിഞ്ഞു. ഓക്കെ, ഓൺലി വൺ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഓക്കെ, എത്ര? ഹൗ മെനി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഓൺലി വൺ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡി ആണല്ലോ മക്കളെ? റെഡി ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ്. ഹൗ മെനി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? എത്രയാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, എത്രയാണെന്ന് പറഞ്ഞാൽ മതി. പെട്ടെന്ന് നോക്കിക്കോ. യുഗ്ലിനോയിഡ്സ് ക്യാൻ ബി പ്രെഡേറ്റേഴ്സ്. Euglenoids, they act as a link between plants and animals. Autotrophic in nature. Our predator ആണ്. Okay, next one, spores in slime molds are dispersed through water currents. In fungus, asexual reproduction is by spores called sporangiospores, zoospores or oospores. ഇനി fungal spores produced exogenously on fungal mycelium is called conidiophores. നോക്കിക്കേ മക്കളെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സ്റ്റേറ്റ്മെന്റുകളൊക്കെ നോക്കിക്കേ. പെട്ടെന്ന് പറഞ്ഞേ. യുഗ്ലിനോയിഡ്സ് ക്യാൻ ബി പ്രെഡേറ്റേഴ്സ് ആണോ യുഗ്ലിനോയിഡ്സ്? ഓക്കെ, പെട്ടെന്ന് പറഞ്ഞേ, എത്ര സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്? യുഗ്ലിനോയിഡ്സ് പ്രെഡേറ്റേഴ്സ് ആണോ? യുഗ്ലിനോയിഡ്സ് ക്യാൻ ബി പ്രെഡേറ്റേഴ്സ്. ഓക്കെ, ലൈറ്റ് ഉള്ളപ്പോൾ ദേ ആക്ട് ആസ് ഓട്ടോട്രോപ്സ്. ലൈറ്റ് ഇല്ലാത്തപ്പോഴും ദേ ആർ പ്രിഡേറ്റിംഗ് ഓൺ സ്മാളർ ഓർഗാനിസംസ്. ആര് പറയുന്നു? എൻസിആർടി പറയുന്നു അല്ലേ? അപ്പോൾ അത് ശരിയാണ്. നെക്സ്റ്റ് നോക്കിക്കേ, സ്പോർട്സ് ഇൻ സ്ലൈം മോൾഡ്സ് ആർ ഡിസ്പേഴ്സ്ഡ് ത്രൂ വാട്ടർ കറന്റ്. ആണോ? വാട്ടർ കറന്റ് ആണോ? അല്ല, പിന്നെന്താണ്? എയർ കറന്റ് ആണ്. അപ്പോൾ അതെന്താണ്? റോങ് ആണ് അല്ലേ? നെക്സ്റ്റ് നോക്കിക്കേ, ഇൻ ഫംഗസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ സ്പോർസ് കോൾഡ് സ്പോറാഞ്ചിയോസ്പോർ, സൂസ്പോർസ് ഓർ ഊസ്പോർസ്. 3 സ്പോറുകളെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? അസെക്ഷൽ ആണെന്ന് പറയുന്നുണ്ട്, സ്പോറാഞ്ചിയോസ്പോർസ്, സൂസ്പോർസ്, രണ്ടും ഓക്കെയാണ്. ഇതെന്താണ്? ദിസ് ഈസ് സെക്ഷൽ സ്പോർ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഓക്കെ, നൗ ദ ഫൈനൽ വൺ. The fungal spores produced exogenously on the fungus mycelium is called conidiophores. Conidiophore എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്ട്രക്ചർ ഹോൾഡിംഗ് ദിസ് കൊണീഡിയ. അല്ല, കൊണീഡിയത്തിന് അല്ലെങ്കിൽ ആ സ്പോർ പ്രൊഡ്യൂസിങ് സ്ട്രക്ചറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൊണീഡിയോഫോർ എന്ന് വിളിക്കുക അല്ലേ? പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫംഗൽ സ്പോർസ് പ്രൊഡ്യൂസ്ഡ് എക്സോജീനിയസ്ലി ഇൻ ദ ഫംഗൽ മൈസിലിയം ഈസ് കാൾഡ് കൊണീഡിയോഫോർസ്. ഫോഴ്സ് എന്നാണ് വരേണ്ടത്, അല്ല കൊണീഡിയോ സ്പോർസ് എന്നാണ് വരേണ്ടത് അല്ലേ? ഓക്കെ, അപ്പോൾ അതും എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. എത്ര എണ്ണമാണ് ശരി? ഒരെണ്ണമാണ് ശരി. ആരും പറഞ്ഞിട്ടില്ല. വെരി ഗുഡ്. അപ്പോൾ എനിക്ക് 10 പോയിന്റ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നോക്കിക്കേ മക്കളെ, യുഗ്ലിനോയിഡ്സ് ക്യാൻ ബി പ്രിഡേറ്റേഴ്സ്. സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ എൻസിആർടി ഒന്നുകൂടെ വായിച്ചു നോക്കാം. ക്ലിയർ ആയിട്ട് യുഗ്ലിനോയിഡ്സ് എന്ന് പറയുന്ന ഹെഡിങ്ങിനകത്ത് കൊടുത്തിട്ടുണ്ട്. യുഗ്ലിനോയിഡ്സ് ക്യാൻ ബി പ്രിഡേറ്റേഴ്സ് ഓൺ സ്മാളർ ഓർഗാനിസംസ്. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? ഓക്കെ, വെരി ഗുഡ്.
ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരുപാട് വണ്ണ് വരുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ എനിക്കും കിട്ടി 10 പോയിന്റ്. ചിലരൊക്കെ തെറ്റിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കും കിട്ടി 10 പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? പിന്നെയും സ്റ്റേറ്റ്മെന്റുകളാണ് അല്ലേ, ഞാൻ പറഞ്ഞത് മൊത്തം സ്റ്റേറ്റ്മെന്റിന്റെ ഒരു കളിയാണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ മക്കളെ, വിറോയിഡ്സ് ആൻഡ് പ്രയോൺസ് ആർ സ്മോളർ ദാൻ വൈറസ്. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, വൈറസ് ആർ സ്മോളർ ദാൻ ബാക്ടീരിയ. Third one, a viroid is a nucleoprotein and the genetic material is infectious. Fourth one, in 5-kingdom classification, there is no mention about lichens as they are not considered as living. നോക്കിക്കേ, പെട്ടെന്ന് കമന്റ് ചെയ്തേ. പോരട്ടെ, പെട്ടെന്ന് വരട്ടെ. വെരി ഗുഡ്. എന്താണ്? വിറോയിഡ്സ് ആൻഡ് പ്രയോൺസ് ആർ സ്മോളർ ദാൻ വൈറസ്. ആണോ? ആണ്. ഓക്കെ, വൈറസസ് ആർ സ്മോളർ ദാൻ ബാക്ടീരിയ. ആണോ? ആണ്. എന്നാ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? വിറോയിഡ് ഈസ് എ ന്യൂക്ലിയർ പ്രോട്ടീൻ ആൻഡ് ദ ജനറ്റിക് മെറ്റീരിയൽ ഈസ് ഇൻഫെക്ഷ്യസ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചെറിയൊരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയാമോ? ന്യൂക്ലിയർ പ്രോട്ടീൻ. ഓക്കെ, എന്താണ് ന്യൂക്ലിയർ പ്രോട്ടീൻ? വൈറസ് ഈസ് എ ന്യൂക്ലിയർ പ്രോട്ടീൻ എന്ന് പറയാം അല്ലേ. വൈറസിനകത്ത് എന്തൊക്കെയുണ്ട്? ന്യൂക്ലിക് ആസിഡ് ഉണ്ട്, എയ്തർ DNA or RNA. അതിന്റെ ചുറ്റും ഒരു പ്രോട്ടീൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വൈറസിനെ എന്ന് വിളിക്കുക, ന്യൂക്ലിയർ പ്രോട്ടീൻ എന്ന് വിളിക്കുക. പക്ഷേ ഇവിടെ എന്തല്ല, വിറോയിഡ് ഈസ് നോട്ട് എ ന്യൂക്ലിയർ പ്രോട്ടീൻ. വിറോയിഡ് ന്യൂക്ലിയർ പ്രോട്ടീൻ അല്ല. ഓക്കെ, സോ ഇനിയും എന്താണ് പറയുക? ജനറ്റിക് മെറ്റീരിയൽ ഈസ് ഇൻഫെക്ഷ്യസ്. ഓക്കെ ആണ് അല്ലേ, അവർക്ക് ഒരു RNA മാത്രമേ ഉള്ളൂ. RNA ആണ് ഇൻഫെക്ഷ്യസ് ഏജന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇതും എന്താണ്? റോങ് ആണ്. ശരിയാണെന്നല്ല, ഇതും റോങ് ആണ്. Okay, clear. Next one. In 5-kingdom classification, there is no mention about lichens because they are not considered as true living. Okay, ലിവിംഗ് ആയിട്ടുള്ളവരല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവരെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? 5-kingdom ക്ലാസിഫിക്കേഷൻ കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് NCERT പറയുന്നുണ്ട്. പക്ഷെ അത് ആരെക്കുറിച്ചാ? ലൈക്കൻസിനെ കുറിച്ചല്ല. പിന്നെ ആരെക്കുറിച്ചാ? വൈറസിനെ കുറിച്ചാ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് വിളിക്കുന്നു? ഈ സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റാണ്. ഓക്കെ, അവരെ പിന്നെ എന്തുകൊണ്ടാണ് കൺസിഡർ ചെയ്യാത്തത്? വൈ? ബിക്കോസ് ദേ ആർ കോംപ്ലക്സ് ഓർഗാനിസംസ്. അവര് കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, മനസ്സിലായി? ക്ലിയർ ആയോ? അപ്പോൾ എത്ര സ്റ്റേറ്റ്മെന്റ് ആണ് ക്ലിയർ ആയിട്ടുള്ളത്? 2 സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, 2 സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? ഓക്കെ, കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹൗ മെനി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? പിന്നെയും അതല്ല തന്നെ അല്ലേ, ഇന്ന് സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒരു കളിയാണ്, മൊത്തം സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവില്ല. ദർശനയിൽ പഠിച്ച കുഞ്ഞുങ്ങൾക്ക് ഈ വീഡിയോ, ഈ സെഷൻ കാണുന്നവർക്ക് ഇനി സ്റ്റേറ്റ്മെന്റ് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് കണ്ടു കഴിഞ്ഞാൽ അല്ലേ, ഒരു സാധനം നമ്മൾ കുറേ തവണ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളെ പേടി മാറും. പിന്നെ പേടിയുണ്ടോ? ഇല്ല. ഓക്കെ, അതുകൊണ്ട് ഇന്ന് സ്റ്റേറ്റ്മെന്റിനുമായിട്ടുള്ള നിങ്ങളുടെ പേടി കഴിയും. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ദ പ്ലാന്റ് ബോഡി ഓഫ് ബ്രയോഫൈറ്റ് ഈസ് മോർ ഡിഫറൻഷിയേറ്റഡ് ദാൻ ആൽഗെ. ഓക്കെ, നെക്സ്റ്റ് വൺ. In bryophytes, spores germinate to form sporophyte. Okay. Now, next one, vegetative reproduction in mosses is by fragmentation and budding in the secondary protonema. Mosses have an elaborate system of dispersal of spores. പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ, ആൻസർ ക്ലിയർ ചെയ്ത് ഞാൻ മടുത്തു. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞോ. ഓക്കെ, ഇനി സമയമില്ല. ഓക്കെ, നോക്കിക്കേ, ദ പ്ലാന്റ് ബോഡി ഓഫ് ബ്രയോഫൈറ്റ് ഈസ് മോർ ഡിഫറൻഷിയേറ്റഡ് ദാൻ എന്ത്? ആൽഗെ. ശരിയല്ലേ? ശരിയാണ് അല്ലേ. നമ്മൾ എന്താ പറയുക? ആൽഗെ, ബ്രയോഫൈറ്റ്, ദെൻ ജിംനോസ്പേംസ്, ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്. ഓക്കെ, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്, ഇങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുന്തോറും എന്ത് കൂടി വരും? ഈ കോംപ്ലക്സിറ്റി, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഡിഫറൻസിയേഷൻ കൂടി വരും അല്ലേ. ആൻസറുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കട്ടെ ഏതൊക്കെയാണെന്ന്. ഓക്കെ, ദിസ് വൺ ഈസ് കറക്റ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഇൻ ബ്രയോഫൈറ്റ് സ്പോർ ജെർമിനേറ്റഡ് ടു ഫോം സ്പോറോഫൈറ്റ്. സ്പോർ ജെർമിനേറ്റ് ചെയ്ത് എന്തുണ്ടാക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്? സ്പോറോഫൈറ്റ് ഉണ്ടാക്കുന്നത് അല്ലേ. സ്പോർ ജെർമിനേറ്റ് ചെയ്ത് എന്താണ് ഉണ്ടാക്കുന്നത്? സ്പോറോഫൈറ്റ് ആണോ? ഇല്ല, സ്പോർ ജെർമിനേറ്റ് ടു ഫോം വാട്ട്? ഗാമറ്റോഫൈറ്റ്. ഓക്കെ, അപ്പോൾ ദേ കിടക്കുന്നു ആദ്യത്തെ തെറ്റ് അവിടെ. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. തേർഡ് വൺ നോക്കിക്കേ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇൻ മോസസ് ഈസ് ബൈ ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ബഡിങ് ഇൻ ദ സെക്കൻഡറി പ്രോട്ടോണിമ. ശരിയല്ലേ? ശരിയാണ്. NCERT എടുത്തു പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിയല്ലേ? ശരിയാണ്, വളരെ ശരിയാണ് സാർ. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ നോക്കിക്കേ, മോസസ് ഹാവ് an elaborate system of dispersal of spores. ഓക്കെ, അവർക്ക് വളരെ എലാബറേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഫ്രം NCERT. ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ക്ലിയർ അല്ലേ? എത്ര സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്? 1, 2, 3. 3 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, നോക്കിക്കേ മക്കളെ, ക്ലിയർ അല്ലേ? സ്റ്റേറ്റ്മെന്റ് 3 3 ശരിയല്ലേ? ഇവിടെയാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇങ്ങനെ തരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന്, സ്റ്റേറ്റ്മെന്റുമായിട്ടുള്ള പേടി നിങ്ങൾക്ക് മാറണം.
രണ്ട്, ഇനിയും വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മണിക്കൂറുകളിൽ വളരെ ചുരുങ്ങിയ സമയങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ അല്ലേ? അതിനെ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം? സ്റ്റേ കാം. ഓക്കെ, സ്റ്റേ കാം ആൻഡ് റീഡ് NCERT. വളരെ സാവകാശം NCERT ബയോളജി പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. യു ഷുഡ് ഡെഫിനറ്റ്ലി സ്കോർ 360. അപ്പോൾ ഈ സെഷൻ കഴിയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഓരോ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയും വായിക്കാനായിട്ട് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇനി നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം കയ്യിലുണ്ട് അല്ലേ? ആവശ്യത്തിന് അല്ലേ? ഇഷ്ടം പോലല്ല, ആവശ്യത്തിന് നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വ്യായാമം വേണം, നല്ല റെസ്റ്റ് വേണം. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഇനിയുള്ള സമയം യൂട്ടിലൈസ് ചെയ്യുകയും വേണം. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കമ്മിങ്. ഓക്കെ, ഹൗ മെനി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഓക്കെ, പിന്നെ അത് തന്നെ എത്ര സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, എനിക്ക് വേറെ ഒന്നും വേണ്ട മച്ചാൻ, അത് മതി. ഓക്കെ, എത്ര സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് അറിയണം. ഓക്കെ മച്ചാൻ, അതുപോലെ ദ ഓൺലി റീസൺ ഫോർ ദ റെസ്ട്രിക്റ്റഡ് ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെറിഡോഫൈറ്റ് ഈസ് ദ നീഡ് ഓഫ് വാട്ടർ ഫോർ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. മെജോറിറ്റി ഓഫ് ടെറിഡോഫൈറ്റ്സ് ആർ ഹോമോസ്പോറസ്. മെജോറിറ്റിയും ഹോമോസ്പോറസ് ആണ് അല്ലേ? ഹെട്രോസ്പോറസ് ആയിട്ടുള്ളവരുണ്ട്, സംസി, സെലാജിനെല്ല, അസോള, മാർസീലിയ, സാൽവിനി, ഐസോയിറ്റസ്. ഓക്കെ, അപ്പം നോക്കിക്കാം മക്കളെ. മെഗാസ്പോർസ് ഇൻ ടെറിഡോഫൈറ്റ്സ് ഡെവലപ്ഡ് ടു മെയിൽ ഗാമറ്റോഫൈറ്റ്സ്. ഓക്കെ, ലാസ്റ്റ് വൺ. സെലാജിനെല്ല ആൻഡ് സാൽവിനിയ ആർ ഹെട്രോസ്പോറസ്. ഓക്കെ, നോക്കിക്കേ, പെർഫെക്റ്റ്. ഓക്കെ, നല്ല സ്റ്റേറ്റ്മെന്റ് ആണ്. 4 എണ്ണം. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എത്ര എണ്ണമാണ് ഇനിയും ശരിയെന്നും കൂടെ പറഞ്ഞാൽ മതി. 3 എണ്ണം ശരിയാണെന്ന് രശ്മി പറയുന്നു, അഞ്ജലി പറയുന്നു 2 എണ്ണം ശരി, മേഘ പറയുന്നു 3 എണ്ണം ശരി. ഓക്കെ, 2 3 2 3 2 3 ആണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, നമ്മൾ നോക്കിയാ. ഓക്കെ, the only reason for the restricted geographical distribution of pteridophyte is the need of water for fertilization. ഫെർട്ടിലൈസേഷന് വേണ്ടി വാട്ടർ ആവശ്യമുള്ളത് കൊണ്ട്, സൂയിഡോഗമി ഓക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ടെറിഡോഫൈറ്റിനെ ഇവിടെ കാണുന്നത്, അല്ലെങ്കിൽ അവരുടെ ജോഗ്രഫിക്ക്, അല്ലെങ്കിൽ അവർ കാണപ്പെടുന്ന സ്ഥലങ്ങൾ കുറഞ്ഞു പോയെന്നാണ് പറയുക. അത് മാത്രമാണോ റീസൺ? അല്ല. Their gametophytes are shade loving അല്ലേ? ഷെയ്ഡ് ലവിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മോയ്സ്റ്റ് ലവിങ് ആയിട്ടുള്ള റീജിയനിൽ മാത്രമാണ് ആര് വളരുന്നത്? ടെറിഡോഫൈറ്റിന്റെ ഗാമറ്റോഫൈറ്റ് വളരുന്നത്. ഓക്കെ, അത് ഒന്നാമത്തെ റീസൺ. മനസ്സിലാവുന്നുണ്ടോ? ഇനി രണ്ടാമത്തെ റീസൺ ആണ് എന്ത് പറഞ്ഞത്? ബിക്കോസ് ഓഫ് ദെയർ നീഡ് ഫോർ വാട്ടർ ഫോർ ദെയർ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ 2 കാരണമുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? 2 കാരണമുണ്ട്. ചോദ്യത്തിൽ എന്താണ് പറഞ്ഞത്? സ്റ്റേറ്റ്മെന്റിൽ ദ ഒൺലി റീസൺ എന്നാണ് പറയാം. ഒൺലി റീസൺ ആണോ? അല്ല. ഒന്ന്, അവരുടെ ഗാമറ്റോഫൈറ്റ് ഷെയ്ഡി റീജിയനിൽ മാത്രമേ താമസിക്കാൻ പറ്റത്തുള്ളൂ. അത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണമാണ് എന്ത്? അവർക്ക് ഫെർട്ടിലൈസേഷൻ എന്ത് വേണം? വെള്ളം വേണം. ഓക്കെ, അപ്പോൾ അതും എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്ത് വന്നതുകൊണ്ട്? ദ ഒൺലി റീസൺ ഫോർ എന്ന് വന്നതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ. മെജോറിറ്റി ഓഫ് ടെറിഡോഫൈറ്റ്സ് ആർ ഹോമോസ്പോറസ്. ശരി. മെഗാസ്പോർ ഇൻ ടെറിഡോഫൈറ്റ്സ് ഡെവലപ്പ് ഇൻ ടു മെയിൽ ഗാമറ്റോഫൈറ്റ്സ്. ആണോ? ഹെട്രോസ്പോറസ് ആയിട്ടുള്ള ടെറിഡോഫൈറ്റിൽ എന്താണ് ഹെട്രോസ്പോറസ് എന്ന് പറഞ്ഞാൽ? 2 തരം സ്പോറുകൾ ഉണ്ടാക്കുന്നു, ഒരു മെഗാസ്പോറും ഒരു മൈക്രോസ്പോറും. ഓക്കെ, അപ്പോൾ ഒരു മെഗാസ്പോറും മൈക്രോസ്പോറും ഉണ്ടാകുമ്പോൾ മെഗാസ്പോർ എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? മെഗാസ്പോർ ഇൻ ദ ടെറിഡോഫൈറ്റ് ഡെവലപ്സ് ടു മെയിൽ ഗാമേറ്റ്. ആണോ? അല്ല, ഒരു FE കുറഞ്ഞു പോയി. എന്താണ്? ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്നാണ് വരിക അല്ലേ? അപ്പോൾ അതും എന്തായി? റോങ്. ഓക്കെ, തെറ്റി. അപ്പോൾ ലാസ്റ്റ് വൺ നോക്കിക്കേ. സെലാജിനെല്ല ആൻഡ് സാൽവിനിയ ആർ ഹെട്രോസ്പോറസ്. ഹെട്രോസ്പോറസ് അല്ലേ? ആണോ? ഏതാണ്? സംസി, സെലാജിനെല്ല, അസോള, മാർസീലിയ, സാൽവീനിയ, ഐസോയിറ്റസ്. സംസി അല്ലേ? നമ്മൾ കോഡ് പഠിച്ചു വെച്ചിട്ടുണ്ട്. സംസി ഇവരെന്താണ്? ഇവർ ഹെട്രോസ്പോറസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കേ. സെലാജിനെല്ല ആൻഡ് സാൽവീനിയ ശരിയല്ലേ? ശരിയാണ്. എത്ര സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? 4 എണ്ണത്തിൽ 2 എണ്ണം ശരി. വെരി ഗുഡ്. അനു, അന്ന, റോഷ്നി, വർഗീസ്, ബീന റോയ്, സ്നേഹ, സണ്ണി. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്നെ തോപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓരോരോ അമ്പുകളായിട്ട് നിങ്ങൾ എൻ്റെ ദേഹത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വയ്യ, ഇനി രക്ഷയില്ല. ഓക്കെ, വെരി ഗുഡ്. സംസിയുടെ സ്പെല്ലിങ് സംസി വൈ അല്ല, ഐ ആണ് കേട്ടോ. ഐസോയിറ്റസ്. ഓക്കെ, ഐസോയിറ്റസ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയാൽ മക്കളെ. ഹൗ മെനി സ്റ്റേറ്റ്മെന്റ്സ് ആർ പിന്നെയും കറക്റ്റ്? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ളത് ശരിയുടെ പാതയിലാണ് നമ്മൾ പോകുക. നമുക്ക് നെഗറ്റീവ് ചിന്തകളൊന്നുമില്ല, ശരി മാത്രം മതി. ഓക്കെ, ശരിയായിട്ടുള്ളത് നോക്കിക്കേ. മെരിസ്റ്റംസ് അക്വേഴ്സ് ബിറ്റ്വീൻ ടിഷ്യൂസ് കോൾഡ് ഇന്റർകാലറി മെരിസ്റ്റംസ്. ഓക്കെ, ടിഷ്യൂസിന് ഇടയ്ക്ക് കാണപ്പെടുന്ന മെരിസ്റ്റത്തിനെയാണ് നമ്മൾ ഇന്റർകാലറി മെരിസ്റ്റം എന്ന് വിളിക്കുക. ആണോ നോക്കിയിട്ട് പറയുക. ഓക്കെ, സൈലം പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സ്ട്രെങ്ത്. സൈലത്തിന്റെ ജോലി മെക്കാനിക്കൽ സ്ട്രെങ്ത് കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. തേർഡ് വൺ, കമ്പാനിയൻ സെൽസ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ പ്രഷർ ഗ്രേഡിയന്റ് ഇൻസൈഡ് ദ സീവ് സെൽസ്. സീവ് സെൽസിനകത്ത് പ്രഷർ ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആര് സഹായിക്കുന്നു?
ആര് സഹായിക്കുന്നു? കമ്പാനിയൻ സെൽസ് സഹായിക്കുന്നു. അവരുടെ കൂട്ടുകാരുണ്ട് അല്ലേ, കമ്പാനിയൻ സെൽസ് അല്ലെങ്കിൽ ആൽബുമിനസ് സെൽസ് എന്നൊക്കെ പറയാം നമുക്ക് അല്ലേ, ജിംനോസ്പേംസിലേക്ക് വരുമ്പോൾ അവർ സഹായിക്കുന്നു എന്നാണ് പറയുക. ഫൈനലി ജിംനോസ്പേംസ് ലാക്ക് കമ്പാനിയൻ സെൽസ്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളാണുള്ളത്. മക്കളെ നോക്കിക്കേ. എത്ര എണ്ണം ശരിയായിട്ടുണ്ട്? കമോൺ. ഓക്കെ, പെട്ടെന്നാട്ട്. ഒരിക്കട്ടെ അങ്ങോട്ട് പെട്ടെന്നാട്ട്. ഇതെന്താണ് താമസിക്കുന്നത്? നോക്കിയേ, മെരിസ്റ്റംസ് ഒക്കേഴ്സ് ബിറ്റ്വീൻ. ശരിയല്ലേ? ശരിയാണ്. സൈലം പ്രൊവൈഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത്. ശരിയല്ലേ? ശരിയാണ്. സൈലത്തിന്റെ സെക്കൻഡറി ഫംഗ്ഷൻ ആണത്. സൈലത്തിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ എന്തായിരുന്നു സൈലത്തിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ? അത് മറന്നുപോയി. സൈലത്തിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ എന്താണ്? നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ അല്ലേ? വാട്ടർ ആണ് അല്ലേ? അപ്പോൾ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ലോക്കേഷൻ ഓഫ് വാട്ടർ ആണ് അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷൻ, അവിടെ സെക്കൻഡറി ഫംഗ്ഷൻ ആണ് ടു പ്രൊവൈഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത്. എന്തുകൊണ്ടാണ്? ദേ കണ്ടെയ്ൻ സൈലം ഫൈബറുകൾ ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതും ശരിയാണ്, വളരെ ശരിയാണ്. നമ്മളെ കിട്ടുണ്ണിയേട്ടനോട് പറഞ്ഞ പോലെ അല്ലേ, ഇതും വളരെ ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. കമ്പാനിയൻ സെൽസ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ പ്രഷർ ഗ്രേഡിയന്റ് ഇൻസൈഡ് ദ സീവ് സെൽസ്. സീവ് സെൽസിനകത്ത് എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ? പ്രഷർ ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ടോ? സഹായിക്കുന്നുണ്ട്. ഇൻസൈറ്റ് കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ തിയറിയിലേക്ക് പോകുന്നില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ലാസ്റ്റ് വൺ. ജിംനോസ്പേംസ് ലാക്ക് കമ്പാനിയൻ സെൽസ്. ജിംനോസ്പേംസിന് എന്തില്ലെന്നാണ് പറയുന്നത്? കമ്പാനിയൻ സെൽസ് ഇല്ലെന്നാണ് പറയുന്നത് അല്ലേ? കമ്പാനിയൻ സെൽസ് ഉണ്ടോ ജിംനോസ്പേംസിന്? യെസ്, ദേ ലാക്ക് കമ്പാനിയൻ സെൽസ്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ദേ ഹാവ് ആൽബുമിനസ് സെൽസ്. ഓക്കെ, ആൽബുമിനസ് സെൽസ് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ശരിയാണ്. ശരിടാ, തെറ്റൊന്നുമില്ലേ? തെറ്റൊന്നുമില്ല. എല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അങ്ങനെയും വരാം. ഓക്കെ, ചില സമയത്ത് 4 എന്തായിട്ട് വരാം? ശരിയായിട്ട് വരാം അല്ലേ? ശരിയല്ലേ? 4 വളരെ ശരിയാണ്. കിട്ടുണ്ണിയേട്ടൻ പറഞ്ഞ പോലെ ഇതുവരെ വളരെ ശരിയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ മെനി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? പിന്നെയും അത് തന്നെ. ഓക്കെ, പിന്നെയും അത് തന്നെയാണ്. നോക്കുക, എം ഫേസ് സ്റ്റാർട്ട്സ് വിത്ത് ന്യൂക്ലിയർ ഡിവിഷൻ ആൻഡ് എൻഡ്സ് ഇൻ സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ. Next one. In plant cells, centriole duplicates in cytoplasm and replication begins in nucleus. Okay. Third one. During cell cycle, growth is continuous and the DNA replication is confined to S phase. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ റോങ് അല്ലേ എന്ന് ഹെലൻ മരിയ ജോബി ചോദിക്കുന്നു. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. കമ്പാനിയൻ സെൽസിന് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? നമ്മുടെ സീവ് സെൽസിനകത്ത് പ്രഷർ ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ നോക്കിക്കേ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് പറഞ്ഞേ. എം ഫേസ് സ്റ്റാർട്ട്സ് വിത്ത് ന്യൂക്ലിയർ ഡിവിഷൻ. ഓക്കെ, ആൻഡ് എൻഡ്സ് ഇൻ സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ അല്ലേ? എം ഫേസ് എന്ത് വെച്ചിട്ടാണ് തുടങ്ങുക? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, ദെൻ വി ഹാവ് സൈറ്റോകൈനസിസ് അല്ലേ? അപ്പോൾ തുടക്കം എന്താണ്? പ്രോഫേസ്. അതിലെന്താണ് നടക്കുക? ന്യൂക്ലിയർ ഡിവിഷനാണ്. അവസാനം എന്താണ് നടക്കുന്നത്? സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ. ഓക്കെ, അപ്പോൾ അത് ശരിയല്ലേ? ശരിയാണ്, വളരെ ശരിയാണ്. സെക്കൻഡ് വൺ. ഇൻ പ്ലാന്റ് സെൽസ് സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇൻ സൈറ്റോപ്ലാസം. സെൻട്രിയോൾസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന സൈറ്റോപ്ലാസത്തിലല്ലേ? സെൻട്രിയോൾസ് എവിടെയാണ് കാണുന്നത്? സൈറ്റോപ്ലാസത്തിലാണ് അല്ലേ? DNA എവിടെയാണ്? അല്ലെങ്കിൽ ന്യൂക്ലിയർ പിന്നെന്താണ് നമ്മൾ DNA റെപ്ലിക്കേഷൻ നടക്കാൻ വേണ്ടി DNA എവിടെയാണ് കാണുന്നത്? ന്യൂക്ലിയസിലാണ് കാണുന്നത് അല്ലേ? ശരിയല്ലേ? പക്ഷേ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇൻ പ്ലാന്റ് സെൽസ് ആണ്. പ്ലാന്റ് സെൽസിൽ എന്തില്ല? സെൻട്രിയോൾസ് ഇല്ല. ഓക്കെ, അപ്പോൾ അതെന്താണ്? തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. ഡ്യൂറിങ് സെൽ സൈക്കിൾ സെൽ ഗ്രോത്ത് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ദ DNA റെപ്ലിക്കേഷൻ ഈസ് കൺഫൈൻഡ് ടു എസ് ഫേസ്. സെൽ ഗ്രോത്ത് എന്ന് പറയുന്നത് സെൽ ഡിവിഷൻ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യവും DNA റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എസ് ഫേസിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? ശരിയാണ്. ഓക്കെ, cell DNA replication is confined to one phase, that is the S phase, synthesis phase. Okay, but cell growth is happening all over the phase. Clear അല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇതും ശരിയാണ്. അപ്പോൾ എത്ര സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്? 2 സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടാണ്. ഓക്കെ, വെരി ഗുഡ്. ലക്ഷ്മി പ്രകാശ് സെൻട്രിയോൾസ് ഇൻ ആനിമൽസ് പറയുന്നു. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഗാദ, ഷിഫ, ജുബിന, ഫിസ, ഫിറോസ്, അനു, ആഷ്ലി, രാരിച്ചൻ. ഓക്കെ മക്കളെ, ഇതുവരെ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയിട്ട് എങ്ങനെയുണ്ട്? നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനർത്ഥം നിങ്ങൾ NCERT നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അത് വായിക്കണം. ഏതെങ്കിലും ഒരു പോർഷൻ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഫോക്കസ് ഓൺ ദാറ്റ് ഏരിയ. അതിനുള്ള സമയമാണിനി.
ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഏറ്റവും വലിയ കൈമുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 1 വർഷക്കാലം 1.5 വർഷക്കാലം നമ്മൾ പഠിച്ചെടുത്ത നോളജാണ്. അത് നമ്മുടെ മനസ്സിലുണ്ട്. നിങ്ങൾക്കറിയാം, ബയോളജി ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും നമുക്ക് ഒരെണ്ണം തെറ്റുമ്പോൾ നിങ്ങൾ തലയ്ക്ക് കൈവച്ച് പോകും, അയ്യോ പോയേ എന്ന് പറയും, അല്ലേ? ശരിയാക്കേണ്ടതായിരുന്നു എന്നാണ് നമ്മൾ പറയുക. അത് കൃത്യമായിട്ട് ഈ ഒരു പ്രശ്നം എവിടെ റെക്ടിഫൈ ചെയ്യാൻ പറ്റണം? നമ്മുടെ എക്സാം ഹാളിൽ റെക്ടിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, കൊടുക്കേണ്ട റെസ്പെക്റ്റ് ക്വസ്റ്റ്യന് കൊടുത്തുകൊണ്ട് തന്നെ, സമയം എടുത്തുകൊണ്ട് തന്നെ ചെയ്യുക. ഓക്കെ, ഡൺ. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. വെരി ഗുഡ്. ഹൗ മെനി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? In S and G1 phase, the newly formed DNA are not distinct but intertwined. Okay, chromosomes are spread throughout the cytoplasm of the cell during metaphase. Okay, movement of chromosomes towards the polar region is led by centromere. Final one, during the telophase, number of chromosomes and chromatid will be same. Okay, നോക്കിക്കേ മക്കളെ, ക്ലിയർ അല്ലേ? ഇനി ഒന്ന് പെട്ടെന്നൊന്ന് ആൻസർ പറഞ്ഞേ. എസ് ഫേസിലും G1 ഫേസിലും നമ്മൾ എസ് ഫേസിൽ ഫോം ചെയ്യുന്ന ന്യൂലി ഫോംഡ് DNA, ദാറ്റ് ഈസ് ന്യൂലി ഫോംഡ് DNA ആർ നോട്ട് ഡിസ്റ്റിങ്ക്റ്റ്. അവർ ഡിസ്റ്റിങ്ക്റ്റ് അല്ല. ഓക്കെ, ആൻഡ് ബട്ട് ദേ ആർ ഇൻ്റർവൈൻഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, chromosomes are spread throughout the cytoplasm of the cell during metaphase. എന്താണ് മെറ്റാഫേസിൽ സംഭവിക്കുന്നത്? മെറ്റാഫേസിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ സെൽ എന്താണ് ന്യൂക്ലിയർ എൻവലപ്പ് മൊത്തം എന്ത് ചെയ്യുന്നു? ഡിസോസിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ആര് ഫ്രീ ആയി? DNA ഫ്രീ ആയി, അല്ലേ? DNA ഫ്രീ ആയിട്ട് അപ്പോൾ മെറ്റാഫേസിൽ എന്ത് ചെയ്യുന്നു? ഇവർ പുറത്തേക്ക് വരുന്നു, അല്ലേ? അപ്പോൾ അതായത് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല, അപ്പോൾ അവർ കുറച്ചുകൂടെ ഫ്രീ ആകുന്നുണ്ട്. ഓക്കെ, അത് എൻ്റെ മെറ്റാഫേസിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഫേസിലാണ്, മെറ്റാഫേസിൻ്റെ തുടക്കത്തിലാണ്. പിന്നീട് അവരെന്ത് സംഭവിക്കുന്നു? പിന്നീട് തന്നെ കൃത്യമായിട്ട് നമ്മുടെ ഇക്വറ്റോറിയൽ പ്ലേറ്റിൽ അവരെ അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഈ അറേഞ്ച് അവരെ പിടിച്ചിരുത്തുന്നതിന് തൊട്ട് മുൻപേ അവർ ഫ്രീ ആയിട്ട് സൈറ്റോപ്ലാസത്തിൽ മൂവ് ചെയ്യുന്നുണ്ട്, അല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ നോക്കിയാൽ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് വൺ നോക്കിക്കേ. ദ മൂവ്മെൻറ്റ് ഓഫ് ക്രോമസോംസ് towards the polar region is led by centromere. പോളാർ റീജിയനിലേക്ക് പോകുന്ന അവരുടെ മൂവ്മെൻറ്റിനെ, അല്ലേ, പോളാർ റീജിയനിലേക്ക് പോകുന്ന അവരുടെ മൂവ്മെൻറ്റിനെ ലീഡ് ചെയ്യുന്നത്, മുന്നേ പോകുന്നത് ആരാണെന്നാണ് പറയുന്നത്? സെൻട്രോമിയർ ആണെന്ന്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, അനാഫേസിലൊക്കെ ഇത് സ്പ്ലിറ്റ് ചെയ്ത് 2 സൈഡിലേക്ക് പോകും, അല്ലേ? 2 പോളാർ റീജിയനിലേക്ക് പോകും. ഇങ്ങനെ എന്താണ്, കൊടി കൊണ്ടുപോകുന്ന പോലെ, പട്ടം പറപ്പിച്ചുകൊണ്ട് പോകുന്ന പോലെ ഒരു പടം നമ്മുടെ ഇൻസ്റ്റാറ്റിക്കകത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഈ പറയുന്ന ക്രൊമാറ്റിഡ് അങ്ങോട്ട് 2 പോൾസിലേക്ക് പോകുന്നു. അതിൽ മുന്നിൽ പോകുന്ന ആരാണ്? ആ പോൾസിലേക്ക് നീങ്ങുന്ന ആ ഫിഗറിൽ മുന്നിൽ പോകുന്ന ആരാണ്? സെൻട്രോമിയർ ആണ്. സെൻട്രോമിയർ മുന്നേ പോകും, ക്രൊമാറ്റിഡ് പുറകെ വരും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ഓക്കെ, ഇറ്റ് ബൈ സെൻട്രോമിയർ, ദാറ്റ് ഈസ് കറക്റ്റ്. ഓക്കെ, ഡ്യൂറിംഗ് ടെലോഫേസ് നമ്പർ of chromosomes and chromatid will be same. Okay, ക്ലിയർ ആവുന്നുണ്ടോ? ഡ്യൂറിംഗ് ടെലോഫേസ് ദ നമ്പർ ഓഫ് ക്രോമസോംസ് ആൻഡ് ക്രോമാറ്റിഡ് വിൽ ബി സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളത് പഠിച്ചിട്ടുള്ള, നമ്മൾ രാവിലെയും തിയറിയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. രാവിലെ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ പറഞ്ഞിരുന്നു, അല്ലേ? എന്താണ് ക്രോമസോം നമ്പറും ക്രോമാറ്റിഡും ഒരേപോലെ വരുന്നത് എവിടെയൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു, എവിടെയൊക്കെ പറഞ്ഞു? നമ്മുടെ മെറ്റാഫേസിലും, നമ്മുടെ എവിടേക്കാണ് വരിക? ടെലോഫേസിലും അനാഫേസിലും, അല്ലേ? രണ്ടിടത്ത് നമുക്ക് എന്ത് വരുന്നുണ്ട്? ക്രൊമാറ്റിഡും ക്രോമസോം നമ്പറും അല്ലെങ്കിൽ 4n=4 കണ്ടന്റും ഒരേപോലെ വരുന്ന കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് 3 ശരിയാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ മക്കളെ? ഇനിയും ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻ എസ് ആൻഡ് G1 phase the newly formed DNA are not distinct but they are intertwined. That is a wrong statement. ഓക്കെ, അപ്പോൾ എത്ര എണ്ണമാണ് ശരിയായിട്ടുള്ളത്? 3 എണ്ണം കറക്റ്റ് ആണ്. 3 of them were correct. Okay, next one നോക്കിക്കേ. Statement: over small distance substances move by diffusion and by cytoplasmic streaming is supplemented by active transport. Okay, clear ആവുന്നുണ്ടോ? നോക്കിക്കേ. over small distance എന്താണ്? ഞാൻ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ചോളൂ. ഓക്കെ, ഓർഗാനിക് ആൻഡ് മിനറൽ ന്യൂട്രിയൻസ് അണ്ടർഗോ മൾട്ടി ഡയറക്ഷണൽ ട്രാൻസ്പോർട്ട്. നെക്സ്റ്റ് വൺ, diffusion in solids rather than of the solid is more likely to happen. Okay, next one, membrane proteins create a concentration gradient during diffusion. Okay, next one, some channels are always open in membrane for diffusion. Okay, ഇങ്ങനെ പ്രധാനപ്പെട്ട 5 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിരിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ. ഓവർ സ്മോൾ ഡിസ്റ്റൻസ് സബ്സ്റ്റൻസസ് മൂവ് ബൈ ഡിഫ്യൂഷൻ ആൻഡ് ബൈ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് is supplemented by active transport. ശരിയാണോ? ശരിയാണ്, അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, വളരെ കറക്റ്റാണ്. ഓക്കെ, വെരി ഗുഡ്. പെട്ടെന്ന് ആൻസർ വരട്ടെ, പെട്ടെന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഓർഗാനിക് ആൻഡ് മിനറൽ ന്യൂട്രിയൻസ് അണ്ടർഗോ മൾട്ടി ഡയറക്ഷണൽ ട്രാൻസ്പോർട്ട്. ശരിയല്ലേ? ആണോ? ഓർഗാനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മിനറൽ ന്യൂട്രിയൻസ് ഒക്കെ മൾട്ടി ഡയറക്ഷണൽ ട്രാൻസ്പോർട്ടാണ് നടക്കുക. ഓക്കെ, തേർഡ് വൺ നോക്കിക്കേ. ഡിഫ്യൂഷൻ ഇൻ സോളിഡ്സ് റാദർ ദാൻ ഓഫ് സോളിഡ് ഈസ് മോർ ലൈക്ലി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം?
ഓക്കെ, നമ്മൾ ഡിഫ്യൂഷൻ നമുക്ക് പലതരത്തിലുണ്ട് അല്ലേ. ഡിഫ്യൂഷൻ ഇസ് എ ഫോം ഓഫ് വാട്ട്, അല്ലെങ്കിൽ ഇംപൈബിഷൻ അല്ലേ. ഇംപൈബിഷൻ നമുക്ക് പലതരത്തിലുണ്ട്. ഇംപൈബിഷൻ ഇസ് എ ഫോം ഓഫ് ഡിഫ്യൂഷൻ എന്നാണ് നമ്മൾ പറയുക അല്ലേ. എന്താണ് ഇംപൈബിഷൻ? ഇംപൈബിഷൻ പറയുമ്പോൾ നമുക്ക് ലിക്വിഡും തമ്മിൽ ഇംപൈബ് ആവാം അല്ലേ, ലിക്വിഡും സോളിഡും തമ്മിൽ ഇംപൈബ് ആവാം അല്ലേ. പക്ഷേ ഇവിടെ പറഞ്ഞ എൻസിആർടി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സോളിഡും തമ്മിലുള്ള ഇംപൈബിഷൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ലെസ് ലൈക്ലി എന്നാണ് പറയുക. ഓക്കെ, സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ കറക്റ്റ്. ഓക്കെ, next one, the membrane proteins create a concentration gradient during diffusion. ഡിഫ്യൂഷൻ നടക്കുന്ന സമയത്ത് മെംബ്രെയിൻ പ്രോട്ടീൻ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിയേറ്റ് ചെയ്യുമോ? ഇല്ല. ഓക്കെ, ക്രിയേറ്റ് ചെയ്യില്ല. ഫൈനൽ, സം ചാനൽസ് ആർ ഓൾവേസ് ഓപ്പൺ ഫോർ ഡിഫ്യൂഷൻ. എന്താണ് സം ചാനൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, certain membrane proteins are required അല്ലേ. അപ്പോൾ ഈ മെംബ്രെയിൻ പ്രോട്ടീൻസ് ചില മെംബ്രെയിൻ പ്രോട്ടീൻസ് എപ്പോഴും ഇങ്ങനെ തുറന്നിരിക്കുകയാണ്, ഫ്രീ ആയിട്ട് കയറി വരാൻ പോകാം, കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എവിടെ ഉണ്ടെങ്കിൽ കയറി വരാൻ പോകാം, അങ്ങനെ ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്ത് കിടക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ശരിയോ തെറ്റോ? NCERT-ക്കകത്ത് കൊടുത്തിരിക്കുന്ന കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ്? സം ചാനൽസ് ആർ ഓൾവേസ് ഓപ്പൺ ഇൻ മെംബ്രെയിൻ ഫോർ ഡിഫ്യൂഷൻ. ക്ലിയർ ആവുന്നുണ്ടല്ലോ മക്കളെ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ എത്ര എണ്ണം ശരിയാണ്? 1, 2, 3 and 4. ഓക്കെ, 4 out of 5 സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയി, യുദ്ധമാണ്. ഓക്കെ, എത്ര പോയിന്റ് ഓരോരുത്തർക്ക് കിട്ടിയിട്ടുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? നിങ്ങൾ എത്ര എണ്ണം ഇപ്പോൾ കറക്റ്റ് ആക്കിയിട്ടുണ്ടോ? നിങ്ങൾ ധൈര്യപൂർവ്വം ഒന്ന് കമൻറ്റ് ചെയ്തേ. നിങ്ങൾ ഇത്രയും നേരം എടുത്ത ക്വസ്റ്റ്യനിൽ വെച്ചിട്ട് എത്ര എണ്ണം കറക്റ്റ് ആക്കിയിട്ടുണ്ടോ? അതോ നിങ്ങൾ പോയിന്റ് ചെയ്യാൻ മറന്നുപോയോ? ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നവർക്ക് സമ്മാനമുണ്ട്. ഓക്കെ, ഡോണ്ട് വറി. ഓക്കെ, നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ മെനി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്? ഓക്കെ, എത്ര സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകറക്റ്റ്? അപ്പോൾ ഞാനിവിടെ ഒരു നെഗറ്റീവ് ഇടുകയാണ്. ഇൻകറക്റ്റ് ആയിട്ടുള്ളവർ എത്ര എണ്ണമാണ്? ഓക്കെ, അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇൻകറക്റ്റ് ആണോ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് വേണം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ അല്ലേ. അങ്ങനെ ചോദിക്കുന്നിടത്ത് ഇൻകറക്റ്റ് ആണോ കറക്റ്റ് ആണോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ വിത്തിൻ എ പ്ലാന്റ് വേരീസ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ വാട്ടർ വിത്തിൻ എ പ്ലാന്റ് വേരീസ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? നൗ നെക്സ്റ്റ് വൺ, ഡ്രൈ സീഡ് കണ്ടെയ്ൻ വാട്ടർ. So, second statement, dry seeds contain water. Third one, water is often the limiting factor for plant growth and productivity in both agricultural and natural environment. Okay, cell wall is freely permeable to water and substances in solution. Okay, cell swells in hypertonic solution and shrink in hypotonic ones. ഒന്ന് നോക്കിക്കാം മക്കളെ. ഓക്കെ, പെട്ടെന്നായിട്ട്. സാർ ഇവിടെ ഉണ്ട്, എന്താണ് പ്രശ്നം? ജെ വ്ളോഗ്സ് സാർ ഇവിടെ ഉണ്ട്, എന്താണ് പ്രശ്നം? ഓക്കെ സാർ ഇവിടെ ഉണ്ട്. ഓക്കെ, നോക്കിക്കോളുക. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ വിത്തിൻ എ പ്ലാന്റ് വേരീസ്. ഒരു പ്ലാന്റിൽ വാട്ടറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വേരി ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേരി ചെയ്യുമോ? വേരി ചെയ്യും. ഓക്കെ 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 ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിയാണ് അല്ലേ? ഫസ്റ്റ് വൺ ശരിയാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ വിത്തിൻ എ പ്ലാന്റ് വേരി. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡ്രൈ സീഡ്സ് കണ്ടെയ്ൻ വാട്ടർ. ഡ്രൈ സീഡ്സിനകത്ത് വെള്ളം ഉണ്ടാകും എന്നാണ് പറയുന്നത്. വെള്ളം ഉണ്ടാകുമോ? വെള്ളം ഉണ്ട്. ഓക്കെ, എത്രയുണ്ട്? വെള്ളമുണ്ട്. ഡ്രൈ സീഡ്സ് കണ്ടെയ്ൻ വാട്ടർ. ക്ലിയർ ആവുന്നുണ്ടോ? ഡ്രൈ സീഡ്സ് കണ്ടെയ്ൻ വാട്ടർ. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ടർ ഈസ് ഓഫൺ ദ ലിമിറ്റിംഗ് ഫാക്ടർ ഓഫ് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇൻ ബോത്ത് അഗ്രികൾച്ചർ ആൻഡ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. അതും ശരിയാണ്. വാട്ടർ അവിടെയൊക്കെ ഒരു ലിമിറ്റിംഗ് ഫാക്ടറാണ്. Fourth one, cell wall is freely permeable to water and substances in solution. Okay, നമ്മുടെ സെൽ മെംബ്രെയിൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഫോസ്ഫോലിപ്പിഡ് ബൈലർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ പിന്നെ ഇത് ഫ്രീലി പെർമിയബിൾ ആണോ? ചോദ്യത്തിൽ എന്താണ് പറഞ്ഞത്? സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെൽ വോൾ ആണ് അല്ലേ. സെൽ വോൾ ഈസ് ഈസിലി ഫ്രീലി പെർമിയബിൾ ആണ് അല്ലേ. സെൽ വോളിന് അങ്ങനെ എന്ത് നോക്കേണ്ട ആവശ്യമില്ല. സെൽ വോളിന് എന്താണ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ക്ലിയർ ആവുന്നുണ്ടോ? പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. അപ്പോൾ അതും ശരിയാണ്. ഓക്കെ, ഇനിയും അടുത്ത ലാസ്റ്റ് വൺ, സെൽ സ്വെൽ ഇൻ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻസ് ആൻഡ് ഷ്രിങ്ക് ഇൻ ഹൈപ്പോട്ടോണിക്. വെരി ഗുഡ്.
വെരി ഗുഡ്. അഞ്ജലി കയാർ, ലക്ഷ്മി പ്രകാശ്, വെരി ഗുഡ്. അഞ്ചാമത്തേത് തെറ്റാണ്. സെൽ സ്വെല്ലിൻ എവിടെയാണ്? ഹൈപ്പോ ആൻഡ് ഷ്രിങ്കിൻ ഹൈപ്പർ. ക്ലിയർ അല്ലേ? വെരി ഗുഡ്. നിങ്ങൾ മിടുക്കരാണ്, നന്നായിട്ട് ആൻസർ പറയുന്നുണ്ട്. ഒന്നും പേടിക്കേണ്ട. 360 ഔട്ട് ഓഫ് 360 ആണ്. ഓക്കെ, ഒന്നും പേടിക്കേണ്ട. ഓക്കെ, നെക്സ്റ്റ് വൺ. അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന സമ്മാനം. ഓക്കെ, ലാസ്റ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ മക്കളെ? അപ്പോൾ എത്രയാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? എത്രയാണ് ഇൻകറക്റ്റ്? ഓൺലി വൺ ഈസ് ഇൻകറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഹൗ മെനി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? പിന്നെയും കറക്റ്റിലേക്ക് വരികയാണ്. നമ്മൾ എന്താണ് നേരിൻ്റെ വഴിയെ വരികയാണ്. ഓക്കെ, the pressure exerted by the protoplasm due to the entry of water against the rigid cell wall is called pressure potential. അതിനെ നമുക്ക് pressure potential എന്ന് വിളിക്കാൻ പറ്റും എന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുക. ഓക്കെ, water potential gradient between the absorbent and the liquid imbibe is essential for imbibition. Okay, third one, imbibition is also diffusion since water movement is against a concentration gradient. Okay, then final one, bulk movement is achieved through concentration gradient. ഓക്കെ മക്കളെ, ഒന്ന് നോക്കിക്കേ. വളരെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. വെരി ഗുഡ്, കമോൺ. ഓക്കെ, ബോറടിക്കുന്നില്ലല്ലോ. എങ്ങനെ ബോറടിക്കാൻ? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നിരന്ന് വരുമ്പോൾ നമ്മൾ എങ്ങനെ ബോറടിക്കാനാണ് അല്ലേ? എങ്ങനെ ബോറടിക്കും? ഓക്കെ, നോക്കിക്കേ മക്കളെ. The pressure exerted by the protoplasm due to the entry of water against the rigid walls is called pressure potential. അതിനെ നമ്മൾ pressure potential എന്നും പറയും. ഈ സ്റ്റേറ്റ്മെന്റ് എവിടെ നിർത്താണ്? ദിസ് ഈസ് ഫ്രം ദ ഇൻസിയറ്റ് അല്ലേ? വാട്ടർ എൻ്റർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്രഷർ ക്രിയേറ്റഡ് ആവുന്നു അല്ലേ? ആ പ്രഷറിനെ നമ്മൾ എന്ത് വിളിക്കാം? പ്രഷർ പൊട്ടൻഷ്യൽ അല്ലെ? പ്രഷർ പൊട്ടൻഷ്യൽ കൂടുമ്പോഴാണ് എന്ത് കൂടുക? വാട്ടർ പൊട്ടൻഷ്യൽ ക്യാൻ ബി ഇൻക്രീസ്ഡ്, ഇറ്റ് ക്യാൻ ബിക്കം പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് കറക്റ്റ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, മുഖത്തെ ചിരി ഇങ്ങോട്ട് വരട്ടെ. ചിരി വരട്ടെ. വാട്ടർ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ബിറ്റ്വീൻ ദ അബ്സോർബന്റ് ആൻഡ് ദ ലിക്വിഡ് ഇംബൈബ്ഡ് ഈസ് എസെൻഷ്യൽ ഫോർ ഇംബൈബിഷൻ. ഇംബൈബിഷന് എന്ത് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വാട്ടർ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ദ അബ്സോർബന്റ് ആൻഡ് ലിക്വിഡ് ഇംബൈബ്ഡ്. ഓക്കെ, വാട്ടർ പൊട്ടൻഷ്യൽ വേണം. ശരിയാണ്, വാട്ടർ പൊട്ടൻഷ്യൽ ഉണ്ടായാലേ നടക്കുകയുള്ളൂ. എല്ലാം വാട്ടർ പൊട്ടൻഷ്യലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. കറക്റ്റ്. നെക്സ്റ്റ് വൺ. Imbibition is also a type of diffusion since water movement is against a concentration gradient. ശരിയല്ല. എന്താണ് പറഞ്ഞിരിക്കുന്നത്? Imbibition is also a type of diffusion. ഇതുവരെ വളരെ ശരിയാണ്. പക്ഷെ അതിനുശേഷം എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാട്ടർ മൂവ്മെന്റ് ഈസ് എഗെയിൻസ്റ്റ് എ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ് പറയുന്നത്. എഗെയിൻസ്റ്റ് ആണോ? അല്ല, ഇറ്റ്സ് എലോങ് എ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ മക്കളെ? വെരി ഗുഡ്. നിങ്ങൾ ചിരിച്ച് കാണുന്നതാണ് എനിക്ക് സന്തോഷം. ഹാപ്പി. കലക്കൻ ചിരി. പോട്ടെ, പൊളിച്ചു. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഓക്കെ, വെരി ഗുഡ്. ചിരിച്ച് മതിക്കുകയാണ്. ചിരിക്കട്ടെ അങ്ങോട്ട്. ആൻസർ വരട്ടെ. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോൾ അത് തെറ്റാണ്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ഫൈനൽ വൺ. ബൾക്ക് മൂവ്മെന്റ് ഈസ് അച്ചീവ്ഡ് ത്രൂ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ബൾക്ക് മൂവ്മെന്റ് എവിടേക്കാണ് നടക്കുന്നത്? നമ്മളെ സൈലത്തിൽ നടക്കുന്നുണ്ട്, ഫ്ലോയത്തിൽ നടക്കുന്നുണ്ട് അല്ലേ? ഈ മൂവ്മെന്റ് എന്താണ്? ഈസ് അച്ചീവ്ഡ് ത്രൂ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്നാണ് പറയുന്നത്. ബൾക്ക് മൂവ്മെന്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് എല്ലാം അനുസരിച്ചാണോ? അല്ല. ബൾക്ക് മൂവ്മെന്റ് ഈസ് ഫോളോഡ് ഓർ ബൾക്ക് മൂവ്മെന്റ് ഈസ് അച്ചീവ്ഡ് ത്രൂ എയ്തർ ത്രൂ എ നെഗറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഓർ ത്രൂ എ പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. വെള്ളം കയറി എന്താണ് നമ്മുടെ സോഴ്സ് റീജിയനും സിങ്ക് റീജിയനും ഉണ്ട് അല്ലേ? സോഴ്സ് റീജിയനിൽ എന്താണ് പ്രഷർ കൂടുന്നു, വാട്ടർ എൻ്റർ ചെയ്തിട്ട് പ്രഷർ കൂടുന്നു. സിങ്ക് റീജിയനിൽ വാട്ടർ ഇല്ലാത്തതുകൊണ്ട് പ്രഷർ കുറയുന്നു. അപ്പോൾ എന്താണ്? പ്രഷർ ഗ്രേഡിയന്റ് വിൽ ബി ക്രിയേറ്റഡ് ആൻഡ് ഇറ്റ് വിൽ ബി മൂവ്ഡ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ? അപ്പോൾ അവിടെ ബൾക്ക് മൂവ്മെന്റ് ഈസ് അച്ചീവ്ഡ് ത്രൂ എയ്തർ ബൈ എ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, a positive hydrostatic pressure or by a negative hydrostatic pressure. Very good, Nitya Besan, Lakshmi Prakash, very good. Pressure difference ആണ് അവിടെ വരേണ്ടത്. അപ്പോൾ that is also a wrong statement. അപ്പോൾ എത്ര എണ്ണം ശരിയാണ്? Okay, how many of the statements are correct? 2 statements. പൊളിയല്ലേ? യെസ് മച്ചാൻ, അത് പോരെ, അത് മതി. ഓക്കെ, നെക്സ്റ്റ് വൺ. പെർഫെക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്? പിന്നെ നമ്മൾ നെഗറ്റീവിൻ്റെ പാതയിലേക്ക് വരികയാണ്. നോക്കിക്കേ, എപ്പോഴും കറക്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബോറടി ഉണ്ടാവണ്ട. ദറ്റ് ഈസ് ഇൻകറക്റ്റ്. ഓക്കെ, വെരി ഗുഡ്. നോക്കിക്കേ, ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ ത്രൂ സൈലം വെസൽസ് ട്രക്കീഡ്സ് ആർ ഓഫ് അപ്പോപ്ലാസ്റ്റ്. നെക്സ്റ്റ് വൺ. വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. മോസ്റ്റ് ഓഫ് ദ വാട്ടർ മൂവ്മെന്റ് ഇൻ റൂട്ട്സ് ഒക്കേഴ്സ് ത്രൂ അപ്പോപ്ലാസ്റ്റ് ആസ് കോർട്ടിക്കൽ സെൽസ് ആർ ടൈറ്റ്ലി പാക്ഡ്. കോർട്ടിക്കൽ സെൽസ് ഒക്കെ ടൈറ്റ്ലി പാക്ഡ് ആയതുകൊണ്ട് എൻ്റെ മൂവ്മെന്റ് ഇതുവഴിയാണെന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്നാണ് പറയുന്നത്?
It's apoplast. Okay, next one നോക്കിക്കേ. Transpiration maintains the shape and structure of plants by keeping cells turgid. Last one, plant obtain their carbon and most of their oxygen from CO2 in the atmosphere. Plantsന് ആവശ്യമായിട്ടുള്ള കാർബണിനെയും O2നെയും ഒക്കെ അവർ എടുക്കുന്നത് അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നാണെന്നാണ് എന്ത് പറയുക, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുക. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. സെക്കൻഡ് സ്റ്റേറ്റ് അഡ്സോർബൻറ്റും എന്താണ് അഡ്സോർബൻറ്റും പിന്നെന്താണ് ശരിയാണോ ചോദിച്ചിരിക്കുന്നത്? ക്ലിയർ ആയിട്ടില്ലല്ലോ. അഡ്സോർബൻറ്റ് ഓക്കെ, അഞ്ജലിയുടെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടില്ല കേട്ടോ. അബ്സോർബൻറ്റ് സെയിം ആണോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഓക്കെ ഓക്കെ, അതിലേക്ക് വരാം. അഞ്ജലിയുടെ ഡൗട്ട് അഞ്ജലി ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് അയക്കുക കേട്ടോ. ഓക്കെ, നോക്കിക്കാം മക്കളെ, ഇവിടെ മൂവ്മെൻറ്റ് ഓഫ് സൈലം, മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ത്രൂ സൈലം വെസൽസ് ആൻഡ് ട്രാക്കീഡ്സ് ആർ അപ്പോപ്ലാസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ശരിയാണോ? സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ഓക്കെ, ശരിയാണോ? എന്താണ് അപ്പോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ? അപ്പോപ്ലാസ്റ്റ് മീൻസ് എവേ ഫ്രം സൈറ്റോപ്ലാസം ഓർ എവേ ഫ്രം ലിവിങ് കമ്പോണൻസ്. എവേ ഫ്രം ലിവിങ് കമ്പോണൻസ് NCERT എടുത്ത് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കിക്കാം മക്കളെ, എന്താണ് വെസൽസിൽ കൂടെയും ട്രക്കീഡ്സിൽ കൂടെയും പോകുന്ന വെള്ളത്തിന്റെ മൂവ്മെന്റ് അപ്പോപ്ലാസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ശരിയാണോ? ശരിയാണ്. ഓക്കെ, ശരിയാണെന്ന്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്താണ്? കാരണം ഈ സൈലം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് നോൺ ലിവിങ്. ലിവിങ് ആണോ സൈലം? അല്ല, സൈലം ഈസ് നോൺ ലിവിങ്. അപ്പോൾ നോൺ ലിവിങ് കമ്പോണൻസിൽ കൂടെയുള്ള വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് എന്ത് പറയാം? അപ്പോപ്ലാസ്റ്റ് മൂവ്മെൻറ്റ്. അതേസമയം ഫ്ലോയത്തിൽ കൂടിയുള്ളതോ? ഫ്ലോയത്തിൽ കൂടി ഫ്ലോയം അല്ലെങ്കിൽ ഫ്ലോയം എന്ന് പറയുന്നത് എന്താണ്? സീവ് ട്യൂബും എല്ലാം എന്താണ്? ലിവിങ് ആണ് അല്ലേ? ന്യൂക്ലിയസ് ഇല്ലാത്ത ലിവിങ് സെല്ലാണത് അല്ലേ? അപ്പോൾ അതിൻ്റെ നമുക്ക് എന്താ പറയാം? സിംപ്ലാസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ത്രൂ സൈലം വെസൽസ് ഓർ ട്രക്കീഡ്സ് ആർ ഓഫ് അപ്പോപ്ലാസ്റ്റ്. ദാറ്റ്സ് കറക്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനത്തെ ചെറിയ സ്റ്റേറ്റ്മെൻറ്റുകൾ NCERTയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ, മോസ്റ്റ് ഓഫ് ദ വാട്ടർ മൂവ്മെന്റ് ഇൻ ദ റൂട്ട് occurs through apoplast as the cortical cells are tightly packed. ടൈറ്റ്ലി ആണോ? അല്ല, ലൂസ്ലി പാക്ഡ്. ഓക്കെ, അപ്പോൾ അതും എന്താണ്? റോങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ട്രാൻസ്പിറേഷൻ മെയിൻറ്റെയിൻസ് ദ ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ പ്ലാന്റ്സ് ബൈ കീപ്പിംഗ് സെൽസ് ടർജിഡ്. ശരിയല്ലേ? ശരിയാണ്. ശരിയല്ലേ? ശരിയാണ്. Now last one, plants obtain their carbon and most of their oxygen from carbon dioxide in the atmosphere. NCERTയിലെ സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിയാണ്. ക്ലിയർ ആണോ? ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ എവിടെ ഉള്ളതാണ്? NCERTക്കകത്തുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അപ്പോൾ എത്ര എണ്ണമാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? 1. തോറ്റവരുണ്ടോ? 1 ആയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? Plants obtain their carbon and most of their oxygen from carbon dioxide in the atmosphere. That's a correct statement. ഓക്കെ, നൗ അപ്പോൾ എത്ര എണ്ണം മാത്രമാണ് തെറ്റായിട്ടുള്ളത്? 1. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. കമോൺ, ക്ലിയർ ആവുന്നല്ലോ മക്കളെ? ഓക്കെ, നെക്സ്റ്റ് വൺ, മോസ്റ്റ് മിനറൽസ് മസ്റ്റ് എൻറ്റർ ദ റൂട്ട് ബൈ ആക്റ്റീവ് അബ്സോർപ്ഷൻ ഇൻ ടു ദ സൈറ്റോപ്ലാസം ഓഫ് ദ എപ്പിഡെർമൽ സെൽസ്. നെക്സ്റ്റ് വൺ, transport proteins of epidermal cells are the control points where a plant adjusts the quantity and the type of solutes that reach the xylem. Third one, exchange of material does takes place between xylem and phloem. Okay, now the source and sink region may be reversed depending on plant's need. Okay, okay, clear ആവുന്നുണ്ടോ? ഓക്കെ, നോക്കിയാൽ മക്കളെ, മോസ്റ്റ് മിനറൽസ് മസ്റ്റ് എൻറ്റർ ദ റൂട്ട് ബൈ ആക്റ്റീവ് അബ്സോർപ്ഷൻ ഇൻ ടു ദ സൈറ്റോപ്ലാസം ഓഫ് ദ എപ്പിഡെർമൽ സെൽസ്. കറക്റ്റ്. ട്രാൻസ്ഫർ പ്രോട്ടീൻസ് ഓഫ് ദ എപ്പിഡെർമൽ സെൽസ് ആർ ദ കൺട്രോൾ പോയിന്റ്സ്. എപ്പിഡെർമൽ സെൽസ് ആണോ? അല്ല. പിന്നെന്താണ്? എൻഡോഡെർമൽ സെൽസ്. ഓക്കെ, എപ്പിഡെർമൽ സെൽസ് ആണോ? അല്ല, എൻഡോഡെർമൽ സെൽസ് ആണ്. ഓക്കെ, അപ്പോൾ എൻഡോഡെർമൽ സെൽസ് ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് എന്താവുന്നു? റോങ് ആവുന്നു. ഓക്കെ, നൗ the exchange of materials does takes place between xylem and phloem. സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ എന്ത് നടക്കുന്നു? എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽ. സൈലത്തിൻ്റെ കോമ്പൗണ്ട് അല്ലെങ്കിൽ സൈലത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം സൈലത്തിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഫ്ലോയത്തിൽ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്, ഫ്ലോയത്തിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ആ എക്സ്ചേഞ്ച് നടക്കുന്നു എന്നാണ് പറയുന്നത്. ശരിയാണോ? യെസ്, കറക്റ്റാണ്. ശരിയാണ്. ഓക്കെ, സൈലവും ഫ്ലോയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ സോഴ്സ് ആൻഡ് സിങ്ക് മേ ബി റിവേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ പ്ലാന്റ്സ് നീഡ്സ്. പ്ലാന്റിൻ്റെ ആവശ്യമനുസരിച്ച് സോഴ്സ് റീജിയൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലാന്റിൻ്റെ ആവശ്യമനുസരിച്ച് നീക്കാൻ പറ്റുമോ? അതോ സീസണൽ വേരിയേഷൻസിനനുസരിച്ചാണോ നീങ്ങുന്നത്? അതോ സോഴ്സ് സിങ്ക് റീജിയൻ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് നടക്കാത്തതോ എന്നുള്ള ഇതിനനുസരിച്ചാണോ നീങ്ങുന്നത്?
ഏത് തരത്തിലാണ് നമുക്ക് സോഴ്സ് സിങ്ക് റീജിയനെ മാറ്റാനായിട്ട് പറ്റുക? ഓക്കെ, ഇനിഷ്യായിട്ട് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ബൈ ദ പ്ലാന്റ് നീഡ്സ്, പ്ലാന്റിൻ്റെ ആവശ്യം അനുസരിച്ച് നമുക്ക് സിങ്കിനെ സോഴ്സിനെ മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, സെക്കൻഡ് വൺ ദ സീസണൽ വേരിയേഷൻ. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇനിഷ്യാറ്റിക്കകത്ത് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതുപോലെ ദാറ്റ് ഈസ് കറക്റ്റ്. അപ്പോൾ എത്ര എണ്ണമാണ് ശരി? 3 എണ്ണം ശരിയാണ്, വളരെ ശരിയാണ്. ഓക്കെ, 3 എണ്ണം കറക്റ്റാണ്. കറക്റ്റ് അല്ലേ മക്കളെ? ഓക്കെ, ഒന്ന് ചിരിച്ചേ. പ്രമിത ഷാജി, നിത്യ ബസൻ, സിന്ധു പി കെ, ലിജി പനക്കൽ, വെരി ഗുഡ്. അഞ്ജലി കെ ആർ, എല്ലാവരും പറയുന്നുണ്ട് സീസണൽ വേരിയേഷൻ മാത്രമല്ല കേട്ടോ. വിസ്മയ, ശ്രീലക്ഷ്മി, സീസണൽ വേരിയേഷൻസ് മാത്രമല്ല പ്ലാന്റിൻ്റെ ആവശ്യം. അപ്പോൾ സീസണൽ വേരിയേഷൻ എന്ന് പറയുന്ന വാക്ക് കണ്ടില്ല എന്ന് കരുതി നിങ്ങളത് റോങ് ആണെന്ന് പറയരുത്. കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതർ ബൈ ദ സീസണൽ വേരിയേഷൻ ഓർ ദ പ്ലാന്റ് നീഡ്സ്, പ്ലാന്റിൻ്റെ ആവശ്യം അനുസരിച്ച് മാറും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ, ഹൗ മെനി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ? പിന്നെയും കറക്റ്റ്. ഓക്കെ, ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നില്ലല്ലോ? ഒന്ന് ചിരിച്ചേ, ഒന്ന് ആക്റ്റീവ് ആയിക്കേ. മാംഗനീസ് ഇൻഹിബിറ്റ് കാൽസ്യം ട്രാൻസ്ലോക്കേഷൻ ഇൻ ഷൂട്ട് അപ്പെക്സ് അല്ലേ? വെരി ഗുഡ്. ഷൂട്ട് അപ്പെക്സിൽ കാൽഷ്യത്തിൻ്റെ ട്രാൻസ്ലോക്കേഷനെ മാംഗനീസ് ഇൻഹിബിറ്റ് ചെയ്യുന്നു, മാംഗനീസ് ടോക്സിസിറ്റി ഇൻഹിബിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അല്ലേ? ശരിയല്ലേ? ശരിയാണ്. ഓക്കെ, നൈട്രജൻ ഇസ് എ ലിമിറ്റിംഗ് ന്യൂട്രിയൻ ഫോർ ബോത്ത് നാച്ചുറൽ ആൻഡ് അഗ്രികൾച്ചറൽ എക്കോസിസ്റ്റം. ഭയങ്കര ചിരിയാണല്ലോ അശ്വിനി, ശ്രീലക്ഷ്മി, എല്ലാവരും നീണ്ടു ചിരിക്കണം. വെരി ഗുഡ്, ആക്റ്റീവാണ്. നമ്മൾ ചിരിച്ച് കളിച്ചിട്ടാണ് നമ്മൾ ഇനി എക്സാമിന് പോവുക. ഓക്കെ അല്ലേ? നമ്മൾ വെൽ പ്രിപ്പയർഡ് ആണ്. ഇനി എന്തിന്, ഇനി ആരെ പേടിക്കണം? ഇങ്ങോട്ട് കിട്ടിയാൽ മതി ക്വസ്റ്റ്യൻ അല്ലേ? അവിടെ വെടിക്കെട്ട് നടക്കുമ്പോൾ ഇത് സാമ്പിൾ വെടിക്കെട്ടാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്താൽ അവിടെ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. എന്തെങ്കിലും തരത്തിൽ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവസാന മണിക്കൂറുകളിൽ നിങ്ങൾ NCERT ഫോക്കസ് ചെയ്ത് വായിക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? വെരി ഗുഡ്. ഓക്കെ, ചിലരൊക്കെ എന്നെ ആക്കി ചിരിക്കുന്നുണ്ട്. ആ ചിരി വേണ്ട, നല്ല ചിരി മതി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. നൈട്രജൻ ഈസ് എ ലിമിറ്റിംഗ് ന്യൂട്രിയൻ ഫോർ ദ ബോത്ത് നാച്ചുറൽ ആൻഡ് അഗ്രികൾച്ചർ. ലിമിറ്റിംഗ് ഫാക്ടർ അല്ലേ? ആണ്. കാരണം എന്താണെന്ന് പറയുന്നുണ്ട് അല്ലേ? മണ്ണിൽ സോയിലുള്ള മൈക്രോബ്സിനും എന്തിനു വേണ്ടിയിട്ട് അടിപിടി കൂടുവാണ്. ഞാൻ നിങ്ങളിപ്പം ക്വസ്റ്റ്യന് വേണ്ടി അടിപിടി കൂടുന്ന പോലെ എന്ത് ചെയ്യുന്നുണ്ട്? മൈക്രോബ്സും സോയിലിൽ കടന്ന് എന്തിനു വേണ്ടിയിട്ട്? നൈട്രജന് വേണ്ടിയിട്ട് അടിപിടി കൂടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നൈട്രജൻ വിൽ ബിക്കം എ ലിമിറ്റിംഗ് ഫാക്ടർ ഫോർ പ്ലാന്റ്സ്, ബോത്ത് നാച്ചുറൽ ആൻഡ് അഗ്രികൾച്ചർ എക്കോസിസ്റ്റം. അത് ശരിയാണ്. ഇനിയും few living organisms can utilize the nitrogen in the form of N2 available abundantly in air. അല്ലേ? അറ്റ്മോസ്ഫിയറിൽ ധാരാളമായിട്ടുള്ള നന്നായിട്ട് ഇരിച്ച കുഴപ്പമില്ല. അറ്റ്മോസ്ഫിയറിൽ ധാരാളമായിട്ടുള്ള നൈട്രജനെ യൂട്ടിലൈസ് ചെയ്യാൻ ചില പ്ലാന്റിന് സാധിക്കും എന്നാണ് പറയുന്നത് അല്ലേ? ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ. അവർക്ക് അമോണിയ നോക്കണം, ഡയറക്റ്റായിട്ട് N2 എടുക്കാൻ പറ്റുമോ? പറ്റും അല്ലേ? നൈട്രോജനേസ് എൻസൈം ഉള്ള നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ? നൈട്രോജനേസ് എൻസൈംസ് ഉള്ള ഓർഗാനിസംസിന് എന്ത് ചെയ്യാൻ പറ്റും? N2 എടുത്തിട്ടാണ് അവർ ഫിക്സ് ചെയ്ത് അവരവരുടെ കാര്യം നടത്തുന്നത് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലേ? ശരിയാണ്. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? ഓക്കെ, നെക്സ്റ്റ് വൺ, ദ എനർജി റിക്വയർഡ് ഫോർ നൈട്രജൻ ഫിക്സേഷൻ ഇൻ ദ നോഡ്യൂൾ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം റൈസോബിയം. ഓക്കെ, അതായത് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷന് വേണ്ടുന്ന അല്ലേ, സിംബയോട്ടിക് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷന് വേണ്ടുന്ന ആ എനർജി ഉണ്ടല്ലോ. എത്ര എനർജിയാണ് വേണ്ടത്? നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ രാവിലെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു നൈട്രജനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ഒരു NO അല്ലെങ്കിൽ ഒരു NH3 ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര ATP ആണ് എടുക്കുക? 8 ATP ആണ്. ഈ 8 ATP ആരുണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ എനർജി റിക്വയർഡ് ഫോർ ദ നൈട്രജൻ ഫിക്സേഷൻ ഇൻ നോഡ്യൂൾ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം റൈസോബിയം. റൈസോബിയമാണോ അത് ചെയ്യുന്നത്? റൈസോബിയമാണോ? അല്ല. അതാരാണ് ചെയ്യുന്നത്? ഹോസ്റ്റ് സെല്ലാണ് അല്ലേ? ഹോസ്റ്റ് സെല്ലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിയാണോ? അത് തെറ്റാണ്. ഓക്കെ, തെറ്റാണ്. അപ്പോൾ എത്ര എണ്ണമാണ് ശരിയായിട്ടുള്ളത്? 3. വെരി ഗുഡ്. ഇപ്പോഴും നിങ്ങൾ ജയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഈ പാവം ഒറ്റയ്ക്ക് ഇങ്ങേ സൈഡിൽ നിന്ന് ഈ ബാറ്റിൽ നേരിടുമ്പോൾ നിങ്ങളെല്ലാവരും സ്ട്രോങ് ആയിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നതിന്. എനിക്കൊരു രക്ഷയില്ല. ഞാൻ എത്രയും പെട്ടെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എനർജി ഫ്രം റെസ്പിറേഷൻ ഓഫ് ഹോസ്റ്റ് പ്ലാന്റ് നിത്യ പറയുന്നു. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹൗ മെനി സ്റ്റേറ്റ്മെന്റ്സ് ആർ? പിന്നെയും കറക്റ്റ്. ഓക്കെ, ദ ഇലക്ട്രോൺസ് are not used up as they pass through the electron transport chain. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ കൂടി ഇലക്ട്രോൺസ് പോകുമ്പോൾ അവർ ഇലക്ട്രോൺസിൽ യൂസ്ഡ് ആവുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്, സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? നോക്കാം. നെക്സ്റ്റ് വൺ, ഇലക്ട്രോൺസ് നീഡഡ് ടു റീപ്ലേസ് ദോസ് റിമൂവ്ഡ് ഫ്രം ദ ഫോട്ടോ സിസ്റ്റം 1 ആർ പ്രൊവൈഡഡ് ബൈ ഫോട്ടോ സിസ്റ്റം 2. ഒന്നിൽ നിന്ന് പോകുന്ന ഇലക്ട്രോണിനെ കൊടുക്കുന്നത് 2 ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ടറിന്റെ റോൾ എവിടെയാണ്? നോക്കാം. തേർഡ് വൺ, cyclic photosphorylation also occurs when only light of wavelength beyond 680 nanometer is available for excitation. Like respiration, in photosynthesis, ATP synthesis is not linked to the development of proton gradient across a membrane. Clear ആയല്ലോ? ഇത്രയും സ്റ്റേറ്റ്മെന്റ് ആണ്. മനസ്സിലായോ മക്കളെ?
മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്നെ ഒന്ന് ചിരിച്ച് കാണിച്ചേക്കണം അല്ലേ? ഓക്കെ, നോക്കിക്കേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ ഇലക്ട്രോൺസ് ആർ നോട്ട് യൂസ്ഡ് അപ്പ് ആസ് ദേ പാസ് ത്രൂ ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. അവർ ഇലക്ട്രോൺസിനെ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. കൺസ്യൂം ചെയ്യുന്നുണ്ടോ? ഇല്ല. കറക്റ്റ്. ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, എനർജി ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഇലക്ട്രോൺസിനെ എടുക്കുന്നില്ല. നെക്സ്റ്റ് വൺ, ഇലക്ട്രോൺസ് നീഡഡ് ടു റീപ്ലേസ് ദോസ് റിമൂവ്ഡ് ഫ്രം ദ ഫോട്ടോ സിസ്റ്റം 1 ആർ പ്രൊവൈഡ് ബൈ ഫോട്ടോ സിസ്റ്റം 2 എന്നാണ് പറയുന്നത് അല്ലേ? നമ്മുടെ ഈ സെറ്റ് സ്കീം ഓർമ്മയുണ്ടല്ലോ. എവിടെ നിന്ന്? ഫോട്ടോ സിസ്റ്റം 2 നിന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്തിട്ട് എവിടേക്ക് വരുന്നു? ഫോട്ടോ സിസ്റ്റം 1 വരുന്നു അല്ലേ? ആ ഫോട്ടോ സിസ്റ്റം 1 നിന്ന് ഇജക്ട് ചെയ്ത ഇലക്ട്രോൺസ് പോവുകയാണ്. ഒരു ഇലക്ട്രോൺ പോയി. ആ പോകുന്ന ഇലക്ട്രോൺ ആരാണ് കൊടുക്കുന്നത്? PS2 അല്ലേ കൊടുക്കുന്നത്? വാട്ടർ ആണോ? അല്ല. ഓക്കെ, ഈ അടിപൊളി ചിരി. ഓക്കെ, അപ്പോൾ നോക്കിയേ മക്കളെ, ദ ഇലക്ട്രോൺസ് നീഡഡ് ടു റീപ്ലേസ് ദോസ് റിമൂവ്ഡ് ഫ്രം ദ ഫോട്ടോ സിസ്റ്റം 1 ആർ പ്രൊവൈഡ് ബൈ ഫോട്ടോ സിസ്റ്റം 2. ശരിയല്ലേ? ശരിയാണ്. പിന്നെ ഫോട്ടോ സിസ്റ്റം 2 നിന്ന് ഇലക്ട്രോൺസ് പോകുന്നുണ്ട്. അതാരാണ് കൊടുക്കുന്നത്? അത് വാട്ടറാണ് കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അത് വാട്ടറാണ് കൊടുക്കുന്നത്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. Now next one, cyclic photosphorylation also occurs when only light of wavelength beyond 680 nanometer are available for excitation. 680 നാനോമീറ്ററിന് മുകളിലുള്ളപ്പോൾ മാത്രമാണ് എന്ത് നടക്കുന്നതാണ് പറയുക? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുക. ശരിയല്ലേ? ശരിയാണ്. ഇനിയും നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ശരിയാണോ? ശരിയല്ല, തെറ്റാണ്. എന്താണ് കാരണം? ഇവിടെ രണ്ടെടുത്തും അല്ലേ, അത് ATP സിന്തസിസ് ഇൻ ഫോട്ടോസിന്തസിസിലാണെങ്കിലും അതെല്ലാം നമ്മുടെ റെസ്പിറേഷനിലാണെങ്കിലും രണ്ടും എന്താണ്? കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് വെച്ചിട്ടാണ് ATP ഉണ്ടാക്കുന്നത് അല്ലേ? കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസിൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്താണ്? ദാറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് എ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് അല്ലേ? ക്രിയേഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ്. അപ്പോൾ രണ്ടിടത്തും ആ ക്രിയേഷൻ ഓഫ് പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഉണ്ട് അക്രോസ് എ മെംബ്രെയിൻ. അപ്പോൾ അത് പിന്നെ എന്താണ്? നമ്മുടെ ഫോട്ടോസിന്തസിസ് ഇല്ല എന്ന് പറയുന്നത് തെറ്റല്ലേ? തെറ്റാണ്. കൊടും ക്രൂരതയാണ്, കൊടും പാപമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? 3 സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ. പിന്നെയും ഹൗ മെനി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? Okay, protons that are necessary for the reduction of NAD+ to NADPH are removed from stroma. Okay, accumulation of protons in the thylakoid lumen decreases the pH in the lumen. Third one, energy is used to pump protons across a membrane to create a gradient or a high concentration of protons within a thylakoid lumen. For every carbon dioxide molecule entering in the Calvin cycle, 3 molecules of ATP and 3 of the NADPH are required. പെട്ടെന്ന് നോക്കിക്കേ എത്ര എണ്ണമാണ് ശരിയായിട്ടുള്ള. പ്രമിത ഷാജി 3 എണ്ണം ശരി. ഓക്കെ, 10 തവണ 3 എണ്ണം പറഞ്ഞാലും ഞാൻ 8 തവണ പറയത്തുള്ളൂ. 3 എണ്ണം കറക്റ്റ് ആണ്. പ്രമിത ഷാജി ഒരു 10 തവണ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അനുപമ വെരി ഗുഡ്. ദേവി, അക്ഷര, പൂജ, ലക്ഷ്മി വെരി ഗുഡ്. ഓക്കെ, നോക്കിയേ മക്കളെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എത്ര സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. പ്രോട്ടോൺസ് ദാറ്റ് ആർ നെസസറി ഫോർ ദ റിഡക്ഷൻ ഓഫ് NADP+നെ NADPH ആക്കി മാറ്റാനുള്ള പ്രോട്ടോൺസ് എവിടെ നിന്നാണ് എടുക്കുന്നത്? സ്ട്രോമയിൽ നിന്നല്ലേ എടുക്കുന്നത്? സ്ട്രോമയിൽ നിന്നാണ്. ശരിയല്ലേ? ശരിയാണ്. നെക്സ്റ്റ് വൺ, അക്യുമുലേഷൻ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ തൈലക്കോയിഡ് ലൂമൻ ഡിക്രീസ് ദ pH ഇൻ ദ ലൂമൻ. H+ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ pH കുറയുകയാണോ കൂടുകയാണോ? pH കുറയുകയാണ് അല്ലേ? അപ്പോൾ ലൂമൻ്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത്? ലൂമൻ്റെ അകത്ത് H+ അക്യുമുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ pH കുറയില്ലേ? pH കുറയും. മനസ്സിലാവുന്നുണ്ടോ? pH കുറയും. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. NCERT അതുപോലെ തന്നെ പറയുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? ഓക്കെ, തേർഡ് വൺ, എനർജി ഈസ് യൂസ് ടു പമ്പ് പ്രോട്ടോൺസ് അക്രോസ് എ മെംബ്രെയിൻ ടു ക്രിയേറ്റ് എ ഗ്രേഡിയന്റ് ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടോൺസ് വിത്തിൻ ദ തൈലക്കോയിഡ് ലൂമൻ. ഈ പറയുന്ന തൈലക്കോയിഡ് ലൂമൻ്റെ അകത്ത് H+നെ അകത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനർജി ഉപയോഗിക്കുന്നുണ്ടോ? H+നെ അകത്തോട്ട് കൊണ്ട് എനർജി ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലേ? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൽ കൂടി ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺസിൻ്റെ എനർജി എടുത്തിട്ടാണ് നമ്മൾ H+നെ പമ്പ് ചെയ്ത് അകത്തോട്ട് കയറ്റുന്നത്. അപ്പോൾ അവിടെ എനർജി ഉപയോഗിക്കുന്നില്ലേ? എനർജി ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ ദാറ്റ് വിൽ ബി ഓൾസോ എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അവസാനം ലക്ഷ്മി പ്രകാശ് വെരി ഗുഡ്. 3 ATP ആൻഡ് 2 NADPH അല്ലേ? 2 NADPH ആണ് ഇവിടെ വേണ്ടി വരിക. അപ്പോൾ ദാറ്റ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ എത്ര സ്റ്റേറ്റ്മെന്റ് കറക്റ്റായി? 3 സ്റ്റേറ്റ്മെന്റ് കറക്റ്റായി അല്ലേ? ഇപ്പോൾ വേഗം സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കറക്റ്റ് ആക്കാനായിട്ട് എന്താണ് തെറ്റെന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ലേ? ഒരു കഴുകൻ്റെ കണ്ണോടുകൂടി വേണം നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിനെ കാണാൻ. ഓക്കെ, ഒന്ന് ചിരിച്ചേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. ഹൗ മെനി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? പിന്നെ എത്ര സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്ന് മാത്രം പറഞ്ഞാൽ മതി. പ്രോബബ്ലി ടു മീറ്റ് ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് ATP ആൻഡ് NADPH യൂസ്ഡ് ഇൻ ദ ഡാർക്ക് റിയാക്ഷൻ ദാറ്റ് ദ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ടേക്സ് പ്ലേസ്. ഓക്കെ, അടുത്തത്, the 3 carbon molecule converted to PEP in the bundle sheath completing the C2 cycle. The C4 plants, photorespiration does not occur
because they have a mechanism that increases the concentration of CO2 at the enzyme site. Okay, last one. In C3 plants, some oxygen does bind to the rubisco, and here hence carbon dioxide fixation is decreased. Okay. ഒന്ന് നോക്കിക്കാം മക്കളെ, ഇതിൽ എത്ര എണ്ണം ശരിയാണ്? ചിരിച്ചാൽ മാത്രം പോരാ, ആൻസറോടെ പറയണം. ഈ ചിരിക്കുന്നവരൊക്കെ ആൻസർ ഇട്ടിട്ടേ പോകാവൂ കേട്ടോ. ചിരിക്കുക മാത്രമല്ല ആൻസറും തരണം. ഓക്കെ, വെരി ഗുഡ്. എത്ര സ്റ്റേറ്റ്മെൻ്റ് ആണ്? ടു മീറ്റ് ദ ഡിഫറൻസ് നമ്മൾ പറയുന്നുണ്ട്. എന്താണ് നമ്മളവിടെ പറയുന്നത്? സി, ഒരു കാർബണിനെ ഫിക്സ് ചെയ്യാൻ നമ്മൾ എത്ര ATP വേണമെന്നാണ് പറഞ്ഞത്? 3 ATP വേണമെന്നാണ് പറഞ്ഞത് അല്ലേ? 3 ATP വേണം അല്ലേ? പിന്നെ എന്താ വേണം? 2 NADH2 വേണം, 2 NADPH വേണം അല്ലേ? NADPH2 വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഒരു ഡിഫറൻസ് ഉണ്ട്, ഒരു ഡിസ്പാരിറ്റി ഉണ്ട്. എന്താണ്? 2 NADH മതി, പക്ഷേ 3 ATP ഉണ്ടാകുന്നുണ്ട് അല്ലെ? 3 ATP വേണ്ടി വരുന്നു. ഓക്കെ, ഇവിടെ 2 ആണ്, പക്ഷേ ഇവിടെ 3 വരണം. ഈ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഈ എക്സ്ട്രാ 1 ATPയുടെ കൂടുതലുണ്ടല്ലോ. ഇവിടെ 2 NADPH ഉള്ളൂ, പക്ഷേ ഒരു ATPയുടെ കൂടുതലുണ്ടല്ലോ. ആ ATP കൂടുതൽ കൊടുക്കാൻ ആണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. പ്രോബബ്ലി അതിനായിരിക്കാം സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നതെന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എവിടെ നിന്ന് പറയുന്നത്? ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം NCERT. ക്ലിയർ ആവുന്നുണ്ട്? NCERT പറയുന്നുണ്ട് പ്രോബബ്ലി, ചിലപ്പോൾ അത് നടക്കുന്നത്. ഏത് നടക്കുന്നത്? ഈ പറയുന്ന സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അത് അവിടെ നമുക്ക് എത്ര കിട്ടുന്നത്? 1 ATP ആണ്, 1 ATP ആണ്. അത് നടക്കുന്നത് ചിലപ്പോൾ ഇതിനു വേണ്ടിയായിരിക്കും, ആർക്കറിയാം. ഓക്കെ, അതാണ് അതേ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രോബബ്ലി ടു മീറ്റ് ദ ഡിഫറൻസ് ഓഫ് നമ്പർ ഓഫ് ATP ആൻഡ് NADPH യൂസ് ഇൻ ദ ഡാർക്ക് റിയാക്ഷൻ ദാറ്റ് ദ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ടേക്സ് പ്ലേസ്. ശരിയാണോ? ശരിയാണ്. NCERT കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓക്കെ, പ്രോബബ്ലി ആണെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓക്കെ, ഇറ്റ് ഈസ്. നെക്സ്റ്റ് വൺ, the 3 carbon molecule converted to PP in എവിടെയാണ്? മീസോഫിൽ സെൽസ്. എവിടെയാണ്? ബണ്ടിൽ ഷീറ്റിലാണോ? അല്ല, എവിടെയാണ്? മീസോഫിൽ സെൽസിൽ വെച്ചിട്ടാണ് എന്ത് നമ്മുടെ 3 കാർബൺ അല്ലെങ്കിൽ ഇത് റീകൺവേർട്ട് ചെയ്യുന്നത്. എന്തായിട്ട്? ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആയിട്ട് റീകൺവേർട്ട് ചെയ്യുന്നത്. സൈക്കിളിൻ്റെ അവസാനം തിരിച്ച് നമുക്ക് PP കിട്ടുന്നത്. ആ കൺവേർഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? മീസോഫിൽ സെൽസിൽ വെച്ചിട്ടാണ്, ബണ്ടിൽ ഷീറ്റിൽ അല്ല. ഓക്കെ, C2 സൈക്കിൾ നടക്കുന്ന സമയത്ത്. അപ്പോൾ അതെന്താണ്? റോങ് സ്റ്റേറ്റ്മെൻറ്റ്. Next one, in C4 plants, photorespiration does not occur because they have a mechanism that increases the concentration gradient of carbon dioxide at the enzymatic site. ശരിയല്ലേ? ശരിയാണ്. Very good. Okay, in C3 plants, some O2 binds to the rubisco and hence the carbon fixation is decreased. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. അപ്പോൾ എത്ര സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്? 3 എണ്ണം കറക്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many statements are correct? Light is not a limiting factor in nature. ഈ നേച്ചറിൽ ലൈറ്റ് ഒരിക്കലും ഒരു ലിമിറ്റിംഗ് ഫാക്ടർ അല്ല എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ച് നോക്കിക്കോണം. മജിക്. ഓക്കെ, ലൈറ്റ് ഈസ് നോട്ട് എ ലിമിറ്റിംഗ് ഫാക്ടർ ഇൻ നേച്ചർ. ലൈറ്റ് റിയാക്ഷൻസ് ആർ നോട്ട് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആസ് ദേ ആർ നോട്ട് എൻസൈമാറ്റിക്. ഓക്കെ, നെക്സ്റ്റ് വൺ. Temperature optimum for the photosynthesis of different plants also depends on the habitat that they are adapted. അല്ലേ? നമ്മൾ C4 പ്ലാന്റ്സിലും C3 പ്ലാന്റ്സിലും രണ്ട് ടെമ്പറേച്ചർ ഇതാണ് വേണ്ടി വരിക അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ C4 എന്നോ C3 എന്നോ വ്യത്യാസമില്ലാതെ ഓരോ പ്ലാന്റും ഒക്കുപ്പൈ ചെയ്യുന്ന റീജിയൻ ട്രോപ്പിക്കൽ റീജിയനിലാവാം, ടെമ്പറേറ്റ് റീജിയനിലാവാം. അങ്ങനെ അതിൻ്റെ ഒക്കുപ്പൻസി എന്തിനെ ബാധിക്കുന്നുണ്ടെന്നാണ്? ടെമ്പറേച്ചർ ഒപ്റ്റിമത്തെ ബാധിക്കുന്നുണ്ടെന്നാണ് മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്. നാലാമത്തെ പറയുന്നത് എന്താണ്? വാട്ടർ ഈസ് വൺ ഓഫ് ദ റിയാക്റ്റൻസ് ഇൻ ലൈറ്റ് റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷനിലെ ഒരു റിയാക്റ്റൻ്റ് ആണ് വാട്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഒന്ന് ചിരിച്ചിട്ടൊന്ന് ആൻസർ പറഞ്ഞേ. ഫസ്റ്റ് വൺ നോക്കി. ഉറക്കം വരുന്നോ ആർക്കെങ്കിലും? ഉറക്കം വരുന്നോ? ഇല്ല. ലൈറ്റ് ഈസ് എ ലിമിറ്റിംഗ് ഫാക്ടർ ഇൻ നേച്ചർ. ഇറ്റ് ഈസ് നോട്ട് എ ലിമിറ്റിംഗ് ഫാക്ടർ എന്നാണ് പറയുന്നത്. NCERT അങ്ങനെ പറയുന്നുണ്ടോ? NCERT അങ്ങനെ പറയുന്നില്ല. നേരെ മറിച്ച് NCERT പറയുന്നുണ്ട് ലൈറ്റ് എവിടെ ലിമിറ്റിംഗ് ആണ്? ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ്, അല്ലെങ്കിൽ നമ്മൾ ഷെയ്ഡ് ലവിങ് എന്നല്ല പറയുക, നമ്മൾ എന്താണ് കുറേ മരങ്ങൾക്ക് ഇടയിൽ അല്ലേ, അപ്പർ സ്റ്റോറീഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ മരച്ചില്ലകൾക്ക് താഴെ നിൽക്കുന്ന ചെറിയ മരങ്ങളുണ്ട് അല്ലേ, ചെറിയ ചെടികളുണ്ട്. അവർക്ക് എന്ത് കിട്ടുന്നില്ല? അവർക്ക് പ്രോപ്പറായിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്നില്ല അല്ലേ? അപ്പോൾ അവിടെ എല്ലായിടത്തും ലൈറ്റ് ഈസ് നോട്ട് എ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മനസ്സിലാവുന്ന ചിലയിടത്ത് ലൈറ്റ് ഒരു ലിമിറ്റിംഗ് ഫാക്ടർ തന്നെയാണ്. സേ ഫോർ എക്സാമ്പിൾ പ്ലാന്റ്സ് വിച്ച് ആർ സർവൈവിങ് ഇൻ ദ ലോവർ പാർട്ട് ഓഫ് അതർ ട്രീസ്, ലാർജർ ട്രീസ്. ഓക്കെ, അപ്പോൾ അതൊരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ലൈറ്റ് റിയാക്ഷൻസ് ആർ നോട്ട് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആസ് ദേ ആർ നോൺ എൻസൈമാറ്റിക്. ഓക്കെ, നമുക്കറിയാം എൻസൈമാറ്റിക് റിയാക്ഷൻ, എൻസൈം കൈനറ്റിക്സിനെ ഒക്കെ എന്ത് ബാധിക്കും? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താലും കുറഞ്ഞാലും ഒക്കെ ബാധിക്കും നമ്മൾ പഠിച്ചു. ഓക്കെ, പക്ഷേ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലൈറ്റ് റിയാക്ഷൻസ് ആർ നോട്ട് ടെമ്പറേച്ചർ സെൻസിറ്റീവ്. ലൈറ്റ് റിയാക്ഷൻസ് അല്ലേ, ഡാർക്ക് റിയാക്ഷൻ നമുക്കറിയാം. ഡാർക്ക് റിയാക്ഷനിൽ C3 സൈക്കിൾ അവിടെ എൻസൈമാറ്റിക് റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. അവിടെ ബാധിക്കും, ഉറപ്പായിട്ടും ബാധിക്കും. ലൈറ്റ് റിയാക്ഷനെ ബാധിക്കും. ഓക്കെ, ചെറിയ തരത്തിൽ ടു എ സ്മോൾ എക്സ്റ്റെൻറ്റ് ഇറ്റ് വിൽ ഡിപ്പെൻഡ്സ്. ഓക്കെ,
ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? NCERT സ്റ്റേറ്റ്മെന്റ് എന്താണ് പറഞ്ഞത്? ലൈറ്റ് റിയാക്ഷൻസ് ആർ ഓൾസോ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആസ് ദേ ആർ അഫക്റ്റഡ് ടു എ മച്ച് ലെസർ എക്സ്റ്റെന്റ്. ഇത് കറക്റ്റ് ആയിട്ടുള്ള NCERT സ്റ്റേറ്റ്മെന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് കറക്റ്റ്? ലൈറ്റ് ഈസ് റെയർലി എ ലിമിറ്റിംഗ് ഫാക്ടർ ഇൻ നേച്ചർ എന്നാണ് NCERT പറയുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. കാരണം ലൈറ്റ് റിയാക്ഷനെയും ടെമ്പറേച്ചർ ഒരുപാട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് റിയാക്ഷനെയും എന്ത് ബാധിക്കാം? ഒരു പരിധിവരെ ഈ ടെമ്പറേച്ചർ വേരിയേഷൻ ബാധിക്കാം. മനസ്സിലാവോ? എൻസൈമാറ്റിക് അല്ലെങ്കിലും. ഓക്കെ, അപ്പോൾ അതും തെറ്റ്. Temperature optimum for photosynthesis of different plants also depends on habitat as they are adapted. അല്ലേ? ശരിയാണ്. പല ടെമ്പറേച്ചറിൽ അഡാപ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന് അതിനനുസരിച്ചുള്ള ടെമ്പറേച്ചർ ഓപ്റ്റിമം മാറാം. ഓക്കെ, നെക്സ്റ്റ് വൺ. വാട്ടർ ഈസ് വൺ ഓഫ് ദ റിയാക്ടൻസ് ഇൻ ലൈറ്റ് റിയാക്ഷൻ. ശരിയല്ലേ? ശരിയാണ്. ലൈറ്റ് റിയാക്ഷൻ ഒരു പ്രധാനപ്പെട്ട റിയാക്ടൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് വാട്ടർ. ആൻഡ് വാട്ടർ സപ്ലൈസ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ദ PS2. അല്ലേ? PS2ന് ഇലക്ട്രോൺസിനെ കൊടുക്കുന്ന ആരാണ്? വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ എത്ര സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ട് ഉള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതുവരെ പറഞ്ഞത് വളരെ ക്ലിയർ അല്ലേ മക്കളെ? ഒന്ന് ചിരിച്ചിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ അവസാനത്തേക്ക് കിടക്കുകയാണ്. ആരും എഴുന്നേറ്റ് പോകരുത്. ലാസ്റ്റ് ഫേസിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. The energy released by the oxidation in respiration cannot be used directly. റെസ്പിറേഷനിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ റെസ്പിറേഷനിൽ റിലീസ് ചെയ്യുന്ന എനർജിയെ പൊടുന്നതിനെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ഈച്ച് പ്ലാന്റ് പാർട്ട് ടേക്ക് കെയർ ഓഫ് ഇറ്റ്സ് ഓൺ gaseous exchange needs. Third one, all living organisms retain the enzymatic machinery for the partial oxidation of glucose without the help of oxygen. Anaerobic respiration is not a hazardous process. Substrate level formation of ATP takes place in electron transport chain. Okay? മക്കളെ ഒന്ന് പറഞ്ഞേ. ഓക്കെ, വെരി ഗുഡ്. നോക്കിക്കേ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ എനർജി റിലീസ് ബൈ ദ ഓക്സിഡേഷൻ ഓഫ് റെസ്പിറേഷൻ കനോട്ട് ബി യൂസ് ഡയറക്ട്ലി. ശരിയല്ലേ? ശരിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഈ റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ നമ്മൾ ഗ്ലൈക്കോളിസിസിലാണെങ്കിലും ക്രബ് സൈക്കിളാണെങ്കിലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ക്യാഷ് ആയിട്ടാണോ കൂടുതൽ എനർജി ഉണ്ടാകുന്നത്? അല്ല, NADPH2, FADH2 പോലെയുള്ള ചെക്കായിട്ടാണ് അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടാണ്. ഇതുകൊണ്ട് നമ്മൾ എവിടെ പോകണം? ഇത് ക്യാഷ് ആക്കണമെങ്കിൽ ഇത് എൻകാഷ് ചെയ്യാൻ നമ്മൾ എവിടെ പോകണം? അവസാനം നമ്മൾ ആ ബാങ്കിൽ ചെല്ലണം. ഏതാണ് ആ ബാങ്ക്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ അല്ലേ? ആ ബാങ്കിൽ ചെന്നിട്ട് അത് ഓക്സിഡൈസ് ചെയ്തിട്ട് അത് എന്തുണ്ടാക്കുന്നു? അത് ATP ആക്കി മാറ്റുന്നു. മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് നമുക്കതിനെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവസാന സ്റ്റേജിലേക്ക് ചെല്ലണം. നെക്സ്റ്റ് വൺ. ഈച്ച് പ്ലാന്റ് പാർട്ട് ടേക്ക് കെയർ ഓഫ് ഇറ്റ്സ് ഓൺ gaseous exchange needs. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ഓരോരുത്തർക്കും അവരുടെ കാര്യം അവരവർ നോക്കിക്കോളും. ഓൾ ലിവിംഗ് ഓർഗാനിസംസ് retain the enzymatic machinery to partially oxidize glucose. ശരിയല്ലേ? വിത്തൗട്ട് ഓക്സിജൻ അല്ലേ? ശരിയല്ലേ? അനേറോബിക് റെസ്പിറേഷൻ, പാർഷ്യലായിട്ട് ഓക്സിഡേഷൻ, ഗ്ലൈക്കോളൈസിസ് അവരുടെ ബോഡിയിൽ ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും ഉണ്ട്. അനേറോബിക് റെസ്പിറേഷൻ ഈസ് നോട്ട് എ ഹസാഡസ് പ്രോസസ്. ഹസാഡസ് ആയിട്ടുള്ള പ്രോസസ് അല്ലെന്നാണ് പറയുന്നത് അല്ലേ? അനേറോബിക് റെസ്പിറേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് നടക്കുന്നത്? ഒന്നുകിൽ ലാക്റ്റിക് ആസിഡ് അല്ലേ, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്? അല്ലെന്നുണ്ടെങ്കിൽ ആൽക്കഹോൾ. ഇത് രണ്ടും ഹസാഡസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് എ ഹസാഡസ് പ്രോസസ് എന്ന് പറയുന്നത് തെറ്റല്ലേ? തെറ്റാണ്. Okay, and the final statement, substrate level formation of ATP takes place in ETC. Electron transport chain substrate level ആണോ? അല്ല. പിന്നെ എന്താണ് നടക്കുന്നത്? പിന്നെ എന്താണ്? ഇറ്റ് ഈസ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. എന്താണ്? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. അപ്പോൾ അതും തെറ്റ്. ഓക്കെ, തെറ്റ്. അപ്പോൾ എത്രണ്ണമാണ് കറക്റ്റ് ആയിട്ടുള്ളത്? 1, 2, 3. വെരി ഗുഡ്. നിങ്ങൾ എന്നെയും പിന്നെയും തോപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തോറ്റ് തുന്നം പാടുകയാണ്. എന്നാലും എഴുതിക്കൊണ്ടുവന്നെല്ലാം പറയാതെ പോകരുതല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും പറയും. നിങ്ങളെല്ലാം എന്നെ തോപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് കാണുമ്പോൾ നിറഞ്ഞ സന്തോഷം. ഒന്ന് ചിരിച്ചേ. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ. ഹൗ മെനി സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ക്രബ് സൈക്കിൾ? ക്രബ് സൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഫസ്റ്റ് വൺ. There are 3 points in the cycle where NAD is reduced to NADH. NAD plus NADH2 ആയിട്ട് മാറുന്ന 3 പോയിന്റുകൾ ക്രബ് സൈക്കിളിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. നോക്കാം. നെക്സ്റ്റ് വൺ. There is 1 point in the cycle where FAD is reduced. FAD reduce ചെയ്യുന്ന ഒരു ഫേസും ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. Then എന്താണ്? During the conversion of succinyl CoA to succinic acid, a molecule of GTP is synthesized. Okay, very good. Finally, the cycle starts with condensation of ഏത് സൈക്കിൾ? ക്രബ് സൈക്കിൾ. ക്രബ് സൈക്കിളിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ക്രബ് സൈക്കിൾ starts with the condensation of acetyl CoA with pyruvic acid to yield citric acid. ഓക്കെ, മക്കളെ ഒന്ന് പറഞ്ഞേ നോക്കിക്കേ. വെരി ഗുഡ്. നിങ്ങൾക്കറിയാം. ഓക്കെ, നിങ്ങൾക്കറിയാം. ശരിയല്ലേ? ശരിയാണ്. ഓക്കെ, ശരിയല്ലേ? ശരിയാണ്. തേർഡ് വൺ ശരിയല്ലേ? ശരിയാണ്.
ഫോർത്ത് വൺ ശരിയാണോ? ദ സൈക്കിൾ സ്റ്റാർട്ട്സ് വിത്ത് ദ കണ്ടൻസേഷൻ ഓഫ് അസറ്റൈൽ കോയെ വിത്ത് ആരുമായിട്ടാണ്? പൈറൂവിക് ആസിഡായിട്ടാണോ? അല്ല, പിന്നെ ആരാണ്? ഓക്സാലോ അസറ്റിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. അപ്പോൾ എത്ര സ്റ്റേറ്റ്മെന്റ് ആണ് വിച്ച് ഇസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ക്രബ് സൈക്കിൾ ആണ്? ഓക്കെ, ദ 4 സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ മക്കളെ? ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, ആരും 3ഉം 4ഉം ഒക്കെ പറയുന്നുണ്ട്. 3ഉം 4ഉം ഒക്കെ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ആ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് കറക്റ്റ്, കറക്റ്റ് അല്ലാത്തത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. List 1. How many statements are correct? The complete oxidation of pyruvate by the stepwise removal of all the hydrogen atoms leaving 2 molecules of carbon dioxide. വല്ലതും പിടി കിട്ടിയോ? അതായത് the complete oxidation of pyruvate or pyruvic acid. ഓക്കെ, ബാക്കി നിങ്ങൾ വായിച്ചു നോക്കണം. The passing on of the electrons removed as a part of the hydrogen atoms to the molecular oxygen with the simultaneous synthesis of ATP. നോക്കുക. Third one, pyruvate is transported from cytoplasm to matrix. Then the 2 events of the aerobic respiration takes place within mitochondria. The first process takes place in the matrix of mitochondria, while the second one process is located in the inner membrane of mitochondria. Okay, നോക്കിക്കേ മക്കളെ, നോക്കിക്കേ എന്താണ് പറഞ്ഞിരിക്കുന്നത്? The complete oxidation of pyruvate അല്ലെങ്കിൽ pyruvic acid by the stepwise removal of all the hydrogen atoms leaves 2 molecules of carbon dioxide. ഓക്കെ, ഒരു പൈറുവിക് ആസിഡിനകത്ത് എത്ര കാർബൺ ആണുള്ളത്? 3 കാർബൺ. വെരി ഗുഡ് ഗാഥ, വെരി ഗുഡ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് പറയണം? ഇവിടെ 3 ആണ് വരേണ്ടത് അല്ലേ? അപ്പോൾ ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനിയും the passing on of the electrons removed as a part of hydrogen atoms to the molecular oxygen in simultaneous synthesis of ATP അല്ലേ? അതായത് നമ്മൾ എന്താ പറയുക, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ കൂടി ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് H+നെ പമ്പ് ചെയ്ത് ഇന്റർ മെമ്പറൈൻ സ്പേസിലേക്ക് വരുന്നു. അപ്പോൾ ഇന്റർ മെമ്പറൈൻ സ്പേസിൽ H+ന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ H+ എവിടെ നിന്ന് പോകുന്നു? H+ will move from the inter membrane space to the matrix അല്ലേ? ഇതുവഴി F1 F0 പാർട്ടിക്കിൾസിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ATP ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? ശരിയാണ്. വെരി ഗുഡ്. ഞാൻ ഇവിടുന്ന് വായിച്ചു തരുമ്പോൾ പറഞ്ഞു തരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇത് നിങ്ങൾ എവിടെ ഇരുന്ന് ചെയ്യണം? എക്സാം ഹാളിൽ ഇരുന്ന് കറക്റ്റായിട്ട് ചെയ്യണം. ഓക്കെ, പൈറുവേറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ഫ്രം സൈറ്റോപ്ലാസം ടു മെട്രിക്സ്. ശരിയാണോ? ശരിയാണ്. ഏത് പൈറുവേറ്റ്? ഏത് പൈറുവിക് ആസിഡ്? പൈറുവേറ്റ് മീൻസ് പൈറുവിക് ആസിഡ്. ഏത് പൈറുവിക് ആസിഡ്? നമ്മുടെ ഗ്ലൈക്കോളിസിസിൽ വഴി നമുക്ക് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ്. അവിടെ നടക്കുന്ന നമുക്ക് കിട്ടുന്ന പൈറുവിക് ആസിഡ് നമ്മൾ എവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്? മെട്രിക്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ശരിയല്ലേ? ശരിയാണ്. എന്താണ് ബാബേട്ട? ലാസ്റ്റ് വന്ന് നോക്കിക്കേ. 2 events of aerobic respiration takes place within the mitochondria. എയറോബിക് റെസ്പിറേഷനിലെ 2 പ്രധാനപ്പെട്ട ഇവന്റ്സ് മൈറ്റോകോൺഡ്രിയയിലാണ് നടക്കുന്നത് അല്ലേ? അതിൽ ഫസ്റ്റ് പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ ദ മെട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയ, ക്രബ് സൈക്കിൾ. ഓക്കെ, ആൻഡ് വൈൽ സെക്കൻഡ് വൺ ഈസ് ടേക്കിംഗ് ഇൻ ദ ഇന്നർ മെംബ്രെയിൻ ഓഫ് ദ മൈറ്റോകോൺഡ്രിയ. രണ്ടാമത്തേത് ഇന്നർ മെംബ്രെയിൻ. എന്താണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന നടക്കുന്നത് ക്രിസ്റ്റെ ഇന്നർ മെംബ്രെയിൻ. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ എത്ര എണ്ണം ശരിയാണ്? ഹൗ മെനി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? 3 statements are correct. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ചിരിക്കുന്ന മുഖമൊന്ന് കാണട്ടെ, ചിരിക്കുന്ന മുഖമൊന്ന് കാണട്ടെ. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സ്റ്റേറ്റ്മെൻറ്റുകൾ +1 പോർഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഓരോ സ്റ്റേറ്റ്മെൻറ്റും അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററും എങ്ങനെ വായിക്കണം എന്നുള്ളത്. മനസ്സിലായ മക്കളെ? നന്നായിട്ട് വായിച്ചു നോക്കുക. ഇനിയുള്ള സമയത്ത് കൃത്യമായിട്ട് NCERT വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ബയോളജി പോർഷൻസ് നന്നായിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ മക്കളെ ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ദർശനയൊപ്പം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾക്ക് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ഡൗട്ട് കൗണ്ടറിൽ നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാം. ഓക്കെ, വി ഓൾ ദ ഫാക്കൽറ്റി, എല്ലാ സബ്ജക്റ്റിൻ്റെ ഫാക്കൽറ്റി നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾക്ക് നല്ല മാർഗ്ഗം, നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. വി ഓൾ ആർ വിത്ത് യു. ഓക്കെ, ഫോർ യുവർ ഗുഡ് റിസൾട്ട്. വി ആർ പ്രേയിങ് ഫോർ യു. ഓക്കെ, ഇനിയും പന്ത് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ബോൾ നിങ്ങളുടെ കയ്യിലേക്ക് തരികയാണ്. ഗോൾ അടിക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്. ഓക്കെ, ദ ഫൈനൽ വൺ. ഓക്കെ, അപ്പോൾ ഈ അവസാന നിമിഷത്തിൽ നിങ്ങൾ സ്ട്രൈക്കർക്ക് ഞങ്ങൾ ബോൾ തരികയാണ് അല്ലേ? ഡിഫെൻസിങ്ങും എല്ലാം കഴിഞ്ഞ് ബോൾ സ്ട്രൈക്കർക്ക് തന്നു കഴിഞ്ഞാൽ സ്ട്രൈക്കർ എന്ത് ചെയ്യണം? ഗോൾ അടിക്കണം അല്ലേ? ഗോൾ അടിക്കാനുള്ള ബോൾ നിങ്ങളുടെ കയ്യിൽ തരും എന്ന് 13-ാം തീയതി ഞായറാഴ്ച നിങ്ങളുടെ കയ്യിൽ കിട്ടും. വെച്ചിട്ട് നന്നായിട്ട് ഓക്കെ, അറ്റ് യുവർ ബെസ്റ്റ് യു ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, നോ ഡൗട്ട്. ഇപ്പോൾ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് എവിടെയെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ആ പ്രോബ്ലംസ് റെക്ടിഫൈ ചെയ്യുക. ഡൗട്ടുള്ളതാണെങ്കിൽ ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.